بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ولا تموتن إلا وأنتم مسلمون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن سار على نهجهم إلى يوم الدين. قال كعب: فلما سلمت على رسول الله صلى الله عليه وسلم قال وهو يبرق وجهه من السرور: أبشر بخير يوم مر عليك مذ ولدتك أمك. നമ്മൾ പറഞ്ഞു വരുന്നത് കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമാണ്. അവസാനം വഹി വന്നു. അവരുടെ മൂന്നാളുകളുടെയും തൗബ സ്വീകരിച്ചുകൊണ്ടുള്ള വഹി വന്നു. അദ്ദേഹം സന്തോഷത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്ന രംഗമാണ്. അവിടെ അല്ലേ എത്തിയേ? കാല കഅബ് പറഞ്ഞു: ഫലമ്മ സല്ലംതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ സലാം പറഞ്ഞപ്പോൾ, അപ്പോൾ അദ്ദേഹം പള്ളിയിലേക്ക് കയറി വരുമ്പോൾ കണ്ട കാഴ്ച പറഞ്ഞല്ലോ. നബിയുടെ ചുറ്റും ആളുകൾ കൂടിയിരിക്കുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അദ്ദേഹത്തെ മുസാഫഹത്ത് നടത്തി അനുമോദിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയാണ് കഴിഞ്ഞാൽ പിന്നെ നബിയാണ്. നബിക്ക് ഞാൻ സലാം പറഞ്ഞു. ഖാല, അപ്പോൾ നബി പറഞ്ഞു: വഹുവ യബ്റുഖു വജ്ഹുഹു മിനസ് സുറൂർ. സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം വെട്ടിത്തിളങ്ങുന്നുണ്ട്. യബ്റുഖു, വെട്ടിത്തിളങ്ങുക. മിന്നൽ, ബർഖ് മിന്നലോ. സുറൂർ, സന്തോഷം കൊണ്ട്. നബിക്ക് ഭയങ്കര സന്തോഷം. അദ്ദേഹം പറഞ്ഞു: അബ്ഷിർ ബിഖൈരി യൗമിൻ മറ അലൈക മുദ് വലദത്ക ഉമ്മുക്. അബ്ഷിർ ബിഖൈരി യൗമിൻ. അലൈക്കുമുസ്സലാം. നീ സന്തോഷവാർത്ത കേട്ടോ. ബിഖൈരി യൗമിൻ, ഏറ്റവും നല്ല ദിവസം. മറ അലൈക മുദ് വലദത്ക ഉമ്മുക, നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ശേഷം നിൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ല ദിവസമാണ് ഇത്. അബ്ഷിർ ബിഖൈരി യൗമിൻ മറ അലൈക മുദ് വലദത്ക ഉമ്മുക്, നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ശേഷം ഉണ്ടായ ഏറ്റവും നല്ല ദിവസമാണ് നിനക്ക്. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു: അമിൻ ഇൻദിക യാ റസൂലല്ലാഹ്, അമിൻ ഇൻദിക, താങ്കളുടെ അടുത്ത് നിന്നാണോ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അം അതോ മിൻ ഇൻദില്ലാഹ്, അള്ളാഹിൻ്റെ അടുത്ത് നിന്നാണോ? അമിൻ ഇൻദിക യാ റസൂലല്ലാഹ്, റസൂലേ അങ്ങയുടെ അടുത്ത് നിന്നാണോ ഇത്? അം മിൻ ഇൻദില്ലാ, അതല്ല അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു: ലാ, എൻ്റെ അടുത്ത് നിന്നല്ല. ബൽ, പക്ഷേ മിൻ ഇൻദില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നാണ്.
വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുറ, സന്തോഷം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടാൽ, ഇസ്തനാറ വജ്ഹുഹു, അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിക്കും. ഇസ്തനാറ, പ്രകാശിക്കും. ഹത്താ കഅന്ന വജ്ഹഹു ഖിത്അതു ഖമരിൻ. ഹത്താ, എങ്ങനെ പ്രകാശിക്കും? കഅന്ന വജ്ഹഹു, അദ്ദേഹത്തിൻ്റെ മുഖം ഖിത്അതു ഖമരിൻ, ചന്ദ്രൻ്റെ ഒരു പൊട്ട് പോലെ തോന്നും. ഖിത്അത്ത് മുറി, കഷ്ണം എന്നൊക്കെ. ഖിത്അതു ഖമരിൻ, ചന്ദ്രനെ പൊട്ടിച്ചതുപോലെ, ചന്ദ്രൻ്റെ ഒരു കഷ്ണം പോലെ തോന്നും നബിയുടെ മുഖം. വകുന്നാ നഅരിഫു ദാലിക മിൻഹു, വകുന്നാ നഅരിഫു, ഞങ്ങൾ എന്താണ് സഹാബികൾ, ഞങ്ങൾക്കറിയാമായിരുന്നു അത്. കുന്നാ നഅരിഫു ദാലിക, അത് ഞങ്ങൾ മനസ്സിലാക്കും മിൻഹു, അദ്ദേഹത്തിൽ. ഇപ്പം നബിയുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും എന്ത്, നബിക്ക് സന്തോഷമാണോ ദുഃഖമാണോ എന്നത് എന്നർത്ഥം. അതാണ് സംഭവം. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞു വന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. കഅബ് റളിയല്ലാഹുവിന് സന്തോഷ വാർത്ത അറിയിച്ച ആൾ, അദ്ദേഹത്തിന് കഅബ് ഒരു ഹദിയ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വസ്ത്രം തന്നെ ഊരിക്കൊടുത്തു. സന്തോഷ വാർത്ത അറിയിക്കുക, സന്തോഷം, ഇതൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നബി വിശ്വാസികളോട് പറഞ്ഞത് ബഷിറു വലാ തുനഫിറൂ, നിങ്ങൾ സന്തോഷം അറിയിക്കണം. വലാ തുനഫിറു, നിങ്ങൾ വെറുപ്പുണ്ടാക്കരുത്, അനാവശ്യമായ വെറുപ്പ്, വിദ്വേഷം. സന്തോഷമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയണം, അത് വേഗം എത്തിക്കണം, അത് പ്രചരിപ്പിക്കണം. ഇത് കാരണം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വിശ്വാസിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രവർത്തനം തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ മനസ്സിൽ ഇദ്ഖാലു സുറൂറി അല അഖീഹിൽ മുസ്ലിം, അതാണ് തൻ്റെ സഹോദരനായ മുസ്ലിമിൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുക. അതൊരു ഭയങ്കര വലിയ സൽക്കർമ്മമാണ്. അതുകൊണ്ടാണ് സഹാബത്ത് ഈ വാർത്ത കിട്ടിയപ്പോഴേക്ക് ഓടി വന്നത്. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മൂടിവെക്കാനൊന്നും വേണ്ട, സന്തോഷം അങ്ങനെ ആയിരിക്കും, മൂടിവെക്കാൻ പാടില്ല. എനിക്കൊരു സന്തോഷം ഉണ്ടായാൽ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ഒരു സന്തോഷം നിങ്ങൾ അറിയുന്ന മുമ്പ് ഞാൻ അറിഞ്ഞാൽ അത് നിങ്ങളെ അറിയിക്കുക. ഇതൊക്കെ ആ സന്തോഷത്തിൽ പരസ്പരം പങ്കുചേരുക, ആ സന്തോഷം അറിയിച്ചവന് പ്രസൻറ്റ് കൊടുക്കുക, ഇതൊക്കെ ഇസ്ലാമിൽ സുന്നത്താണ്. ആലോചിച്ച് നോക്കൂ, എന്തൊരു രസമായിരിക്കും ആ ഒരു സാമൂഹ്യ ബന്ധം, സാഹോദര്യ ബന്ധം. അങ്ങനെയാണ് ഇസ്ലാം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, സമ്മാനം എന്ന് പറഞ്ഞാൽ എന്താ? സമ്മാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് അതിൻ്റെ വിലയല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട, ഇദ്ദേഹം ഊരിക്കൊടുത്ത് അദ്ദേഹം ധരിച്ച വസ്ത്രമാണ്, ധരിച്ച വസ്ത്രമാണ് ഊരിക്കൊടുത്ത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ അല്ല പ്രശ്നം, അതിൻ്റെ ഭൗതികമായ വാല്യൂ അല്ല പ്രശ്നം. അതൊരു മനസ്സിൻ്റെ സന്തോഷമാണ്, സഹോദരൻ്റെ സന്തോഷം. അതിൻ്റെ വാല്യൂ ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 10 രൂപയുടെ സാധനമായിരിക്കും, പക്ഷേ ഈ കൊടുത്തവൻ്റെ മനസ്സിൽ ഉള്ള സന്തോഷത്തിൻ്റെ അനിർവചനീയത, നിർവചിക്കാൻ പറ്റാത്ത ആ സന്തോഷം, അതാണ് അതിൻ്റെ വാല്യൂ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ആർക്കും ഭൗതികമായി ഒരു ഹദിയയുടെ വാല്യൂ നിശ്ചയിക്കും. ഞാൻ എങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിന് ഹദിയ കൊടുക്കുക, ഞാൻ അത്ര വലിയ എന്നൊന്നും ആരും വിചാരിക്കേണ്ടെന്നർത്ഥം. ഹദിയ എന്നുള്ള റസൂൽ പറഞ്ഞല്ലോ, തഹാദു തഹാബു, നിങ്ങൾ ഹദിയ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം, എന്നിട്ട് പരസ്പരം സ്നേഹമുണ്ടാക്കണം. അപ്പം അതിൽ മൂല്യം, വാല്യൂ അല്ല പ്രശ്നം, മറിച്ച് ആ മനസ്സിൻ്റെ വലിപ്പവും മൂല്യവുമാണ് എന്ത് പ്രശ്നം എന്നർത്ഥം. അതേമാതിരി സന്തോഷം അറിയിച്ചവന് ഹദിയ കൊടുക്കുക, അത് ഇദ്ദേഹം ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവം കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനങ്ങളോട് ഹജ്ജിനെക്കുറിച്ച് ഫത്വ ചോദിച്ചാൽ അദ്ദേഹം പറയും, തമത്തുവായി ഹജ്ജ് ചെയ്യാൻ. അറിയാലോ തമത്തു എന്ന് പറഞ്ഞു, തമത്തുവായി ഹജ്ജ് ചെയ്യാനാണ് കൽപ്പിക്കുക. അദ്ദേഹത്തിന് അതായിരുന്നു ഇഷ്ടം. ഒരു ദിവസം ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു,
അങ്ങനെ ഹജ്ജിന് വന്ന ആളാണ്, എങ്ങനെ ഞാൻ ഹജ്ജ് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തമത്തുവായാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ ഈ മനുഷ്യൻ അന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ട്. അദ്ദേഹത്തോട് ഒരാൾ വന്ന് പറയുകയാണ്, ഹജ്ജുൻ മബ്റൂറുൻ വ ഉംറത്തുൻ മുതഖബ്ബല. സഹാബിയാണ്. നിങ്ങളുടെ ഹജ്ജ് മബ്റൂറാണ്, നിങ്ങളുടെ ഉംറയും മഖബൂലാണ് എന്ന് സ്വപ്നം കണ്ടു. ഈ വിവരം അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഫത്വ കൊടുത്തത് അദ്ദേഹമാണല്ലോ. ഫഫരിഹ ബിദാലിക ഇബ്നു അബ്ബാസ്. ഇത് കേട്ടപ്പോൾ ഇബ്നു അബ്ബാസിന് ഭയങ്കര സന്തോഷമുണ്ടായി. എന്താ സന്തോഷം ഉണ്ടാകാൻ കാരണം? അദ്ദേഹം കൊടുത്ത ആ ഫത്വ അതിന് അനുകൂലമായ രൂപത്തിൽ ഇയാൾ എന്ത് ചെയ്തു? സ്വപ്നം കണ്ടു. അപ്പോൾ അതിൽ ഒരു നന്മ അദ്ദേഹം കണ്ടു. അങ്ങനെ ഇബ്നു അബ്ബാസ് അമറഹു അൻ യബ്ഖ, അവിടെ നിൽക്കാൻ പറഞ്ഞു ഇയാളോട്, ഈ വന്ന് പറഞ്ഞ ആളോട്. ഹത്താ യുഅ്തിയഹു മിൻ അതാഇഹി, എന്നിട്ട് അദ്ദേഹത്തിനൊരു പ്രസൻറ്റ് കൊടുത്തു, സമ്മാനം കൊടുത്തു. അപ്പോൾ ഇബ്നു അബ്ബാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സന്തോഷം അതൊക്കെയാണ്. ദീനിൽ അദ്ദേഹം പറഞ്ഞ ഒരു മതവിധി, ഒരു ഫത്വ, ആ ഫത്വ ശരിയാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ ഒരു നല്ല മനുഷ്യന് അനുഭവം ഉണ്ടായി. അപ്പോൾ ആ അനുഭവം അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ്. അപ്പോൾ അദ്ദേഹം അതിനെന്ത് ചെയ്തു? ഹദിയ കൊടുത്തു എന്നാണ്. അപ്പോൾ അതൊക്കെ എന്താണ്? അതൊരു നല്ല സംഗതിയാണ്, നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും സമൂഹത്തിൽ വളർത്തേണ്ടതുമായ കാര്യമാണ് എന്നർത്ഥം. ഇനി മറ്റൊരു സംഭവം, ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നബി ഇരിക്കുകയാണ്, ആളുകൾ ചുറ്റും ഇരിക്കുന്നുണ്ട്. അതാണല്ലോ അദ്ദേഹം കടന്നു വരുമ്പോൾ കാണുന്ന ആ ദൃശ്യം, കാഴ്ച. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഫഖാമ ഇലാ കഅബിൻ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, നമ്മൾ ആ സംഭവം പറഞ്ഞതാണ്. ത്വൽഹ എഴുന്നേറ്റ് വന്നു, വേറെ ആരും എഴുന്നേറ്റ് വന്നതുമില്ല. ത്വൽഹ മാത്രമാണ് എന്ത്? എഴുന്നേറ്റ് വന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ അടുത്തേക്ക് വേറൊരാൾ എഴുന്നേറ്റ് ചെല്ലുക, മുസാഫഹത്ത് നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുമോദിക്കാൻ വേണ്ടി, ഒരു സന്തോഷമുണ്ടായത് അങ്ങനെ ചെയ്യാൻ വേണ്ടി, ആ സന്തോഷമുണ്ടായത് പങ്കിടാൻ വേണ്ടി എഴുന്നേറ്റ് ചെല്ലുക എന്നത് ഒരു വിരോധമുള്ള വിഷയമല്ല. ഒരു ഹദീസിലുണ്ട്, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, മൻ അഹബ്ബ അൻ യതമസ്സല ലഹു റിജാലു ഖിയാമൻ ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ. മൻ അഹബ്ബ, ഒരാൾ ഇഷ്ടപ്പെട്ടാൽ, അൻ യതമസ്സല ലഹു റിജാൽ, ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഖിയാമൻ എഴുന്നേറ്റ് നിൽക്കണം എന്ന് ഒരാൾ വിചാരിച്ചാൽ, അങ്ങനെ അതാണ് ഒരാൾക്ക് ഇഷ്ടം. നമ്മളോട് വരുമ്പോൾ ആളുകളൊക്കെ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിൽക്കണം എന്ന് വിചാരിച്ചാൽ, അതാണ് ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ, എങ്കിൽ ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ, അവൻ്റെ വാസസ്ഥലം നരകത്തിൽ ഒരുക്കിക്കൊള്ളട്ടെ. ഒരാളങ്ങനെ ആഗ്രഹിക്കരുത്. ഞാനിവിടെ വരുമ്പോൾ എല്ലാവരും കൂടി എന്താക്കണം? എഴുന്നേറ്റ് നിൽക്കണം, ഞാനൊരു വലിയ ആളാണ്, അങ്ങനെ ആഗ്രഹിച്ചുകൂടാ. എന്നാലോ ഒരാളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി നാം അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തിലേക്ക് എഴുന്നേറ്റ് ചെന്നു എന്നതെന്തല്ല, ഒരു തെറ്റല്ല, അത് ഇതിൽ പെടുകയില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ അൽ ഖിയാമു സലാസത്തു അഖ്സാം, ഈ മനുഷ്യരുടെ മുമ്പിൽ എഴുന്നേൽക്കുക എന്നതിനെ 3ആയി വീതിച്ചിട്ടുണ്ട്, 3 ഭാഗമുണ്ട്. ഒന്നാമത്തേത് ഖിയാമുൻ ഇലർ റജുലി, ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുക. രണ്ടാമത്തേത് ഖിയാമുൻ ലിർ റജുലി, ഒരു മനുഷ്യന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക, അങ്ങോട്ട് ചെല്ലണില്ല, അവിടെ നിൽക്കുക. മൂന്നാമത്തേത് ഖിയാമുൻ അലർ റജുലി. അപ്പോൾ ഒന്നാമത്തേത് ഖിയാമുൻ ഇലർ റജുലി, ഒരാളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലുക, അതാണ് ഖിയാമുൻ ഇലർ റജുലി. രണ്ടാമത്തേത് ഖിയാമുൻ ലിർ റജുലി, ഒരു മനുഷ്യന് വേണ്ടി എഴുന്നേറ്റ് അവിടെ നിൽക്കുക, അങ്ങനെ ചെല്ലില്ല, പക്ഷെ അവിടെ നിൽക്കുക, ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഖിയാമുൻ അലർ റജുലി, ബഹുമാനിക്കപ്പെടേണ്ടവൻ അവിടെ ഇരിക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക? നിൽക്കുക, അതാണ് ഖിയാമുൻ അലർ റജുലി. ആരെയാണോ ബഹുമാനിക്കേണ്ടത് അവൻ അവിടെ ഇരിക്കുക, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക, അങ്ങനെ എഴുന്നേറ്റ് നിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുക. അദ്ദേഹം എന്ത് ചെയ്യണില്ല?
എഴുന്നേറ്റ് നിൽക്കണില്ല. ഇങ്ങനെ 3 രൂപത്തിലാണ് ഉള്ളത്. അതിലൊന്നാമത്തേത് ഖിയാമുൻ ഇലർ റജുലി എന്നത് ഒരാളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് പോവുക എന്നത് എന്തല്ല, ഒരു കുറ്റമുള്ള വിഷയമല്ല, ഒരു തെറ്റുള്ള കാര്യമല്ല. നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസിലുള്ള എഴുന്നേൽക്കലല്ല കേട്ടോ ഇത്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് അദ്ദേഹം സ്വയം ആഗ്രഹിക്കുന്നുണ്ട്. എന്ത്? ആൾക്കാരുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ഞാൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ അയാൾ ആഗ്രഹിക്കണം. അങ്ങനെയല്ലാതെ ഒരാളുടെ സന്തോഷത്തിൽ ചേരാൻ വേണ്ടി എഴുന്നേറ്റ് ചെല്ലുക എന്നത് അതിൽ പെടുകയില്ല എന്ന്. അതിന് തെളിവാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ബനൂ ഖുറൈള ഗോത്രം നബിയുമായുള്ള കരാർ ലംഘിച്ചു. നബിയുടെ ചരിത്രമാണ് മദീനയിൽ. ആ കരാർ ലംഘിച്ചപ്പോൾ അവർക്കിടയിൽ ബനൂ ഖുറൈളക്കും മുസ്ലിമീങ്ങൾക്കും ഇടയിൽ ഒരു വിധി കൽപ്പിക്കേണ്ട വിഷയം വന്നു. യുദ്ധമുണ്ടായി. യുദ്ധത്തിൻ്റെ അവസാനം വിധി കൽപ്പിക്കേണ്ട വിഷയം വന്നു. അപ്പോൾ ബനൂ ഖുറൈള ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആ കാലത്ത് അഹ്സാബ് യുദ്ധത്തിൽ ഒരു പരിക്ക് പറ്റി അദ്ദേഹം ഇരിക്കുകയാണ്. എഴുന്നേൽക്കാൻ വയ്യാതെ ഒരു പരിക്ക് പറ്റി ഇരിക്കുന്ന ഒരവസരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെങ്കിൽ ബനൂ ഖുറൈളയുമായുള്ള വിഷയത്തിൽ സഅദിനെ മധ്യസ്ഥനാക്കണം എന്ന് നബിക്ക് നിർബന്ധമുണ്ട്. മധ്യസ്ഥനല്ല, വിധികർത്താവാക്കണം എന്ന് നബിക്ക് നിർബന്ധമുണ്ടായി. കാരണം ബനൂ ഖുറൈള ഗോത്രക്കാരനാണ് ആര്? സഅദ് ബനൂ ഖുറൈള യഹൂദി ഗോത്രത്തിൽ നിന്നാണ് മുസ്ലിമായി ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. സ്വാഭാവികമായി ബനൂ ഖുറൈള ഗോത്രത്തിൻ്റെ മുമ്പിൽ സഅദിൻ്റെ വില റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള അവരെ ഗോത്രത്തിൽ നിന്ന് വന്ന ആളാണ്, അവരെ മതത്തിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുസ്ലിമായപ്പോണ്ടായ മൂല്യം, വില എന്താണ് എന്ന് നബിക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദിനെ കൊണ്ടുപോവുകയാണ് ബനൂ ഖുറൈളയിലേക്ക്. അന്ന് സഅദിന് നടക്കാൻ വയ്യ എന്ന് മാത്രമല്ല, അഹ്സാബ് യുദ്ധത്തിന് ശേഷം റസൂലുള്ളാഹ് സഅദിന് പള്ളിയിലൊരു പ്രത്യേക ടെൻ്റ് ഉണ്ടാക്കി കൊടുത്തൊക്കെയായിരുന്നു. നബിക്ക് എപ്പോഴും സഅദിനെ കാണാൻ വേണ്ടി. അവിടെ പോയി സഅദിന് തിരിച്ച് പള്ളിയിലേക്ക് വരാനും പറ്റില്ല, നബിക്ക് എപ്പോഴും അവിടെ ചെന്ന് കാണാൻ പറ്റില്ല. അത്രയും സഅദിനോട് ഇഷ്ടമായിരുന്നു. സഅദിനെ അങ്ങനെ താങ്ങിപ്പിടിച്ച് എല്ലാവരും കൂടി അവിടെ കൊണ്ടുപോയി ബനൂ ഖുറൈളയിൽ കൊണ്ടുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ ഖുറൈളക്കാരെ വിളിച്ചു. അപ്പോൾ ബനൂ ഖുറൈളക്കാരെ വിളിച്ച് ആ സദസ്സിലേക്ക് സഅദിനങ്ങനെ ഒരു കുതിരപ്പുറത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, നടക്കാൻ വയ്യ, ഇരുത്തിയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഖൂമു ഇലാ സയ്യിദിക്കും, അതാ നിങ്ങളുടെ നേതാവ് വരുന്നു, നേതാവിന് വേണ്ടി നേതാവിൻ്റെ അടുത്തേക്ക് എല്ലാവരും എഴുന്നേൽക്കുക എന്നാര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 2 സംഗതി നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, ഒരാളുടെ അടുത്തേക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് പോവുക എന്നത് എന്തല്ല, ഒരു തെറ്റല്ല, കുറ്റമല്ല. പക്ഷെ അയാളത് ആഗ്രഹിക്കരുത്. എല്ലാവരും കൂടി എൻ്റെ അടുത്തേക്ക് വരണമെന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ആയിരിക്കും. രണ്ടാമത്തേത്, സഅദിൻ്റെ സംഭവത്തിൽ പ്രത്യേകിച്ചൊരു സംഗതിയും കൂടിയുണ്ട്. അതെന്താ? അത് ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബനൂ ഖുറൈള ഗോത്രത്തിൽ നിന്ന് വന്ന സഅദിന് ഇസ്ലാമിലേക്ക് വന്ന ശേഷമുണ്ടായ മൂല്യം ആർക്ക് കാണിച്ചു കൊടുക്കണം? ജൂതന്മാർക്ക് ഇസ്ലാമിൻ്റെ മികവ് കാണിച്ചു കൊടുക്കണം. മുസ്ലിമായതുകൊണ്ട് കണ്ടില്ലേ, മുസ്ലിമായി വന്ന ഒരാൾക്ക് ഇസ്ലാമിലുള്ള ക്വാളിറ്റി എത്രയാണ് എന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ ഒരവസരം വേണ്ടി വന്നാൽ, അഥവാ ഒരു മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹത്തിന് മുസ്ലിങ്ങളുടെ മൂല്യം കാണിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വേണ്ടി വന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ചെയ്യണതിന് എന്തില്ല, വിരോധമില്ല. അതും അദ്ദേഹം എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. നേതാവ് എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. നേതാവ് ആഗ്രഹിക്കാതെ അദ്ദേഹത്തെ ഈ ഇസ്ലാമിൻ്റെ ഔന്നിത്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ബഹുമാനിക്കപ്പെടുക, അതിനുവേണ്ടി എഴുന്നേറ്റ് ചെല്ലുക എന്നത് എന്താണ്, ഒരു തെറ്റുള്ള കാര്യമല്ല. അതാണ് ഒന്നാമത്തേത്, അൽ ഖിയാമു ഇലർ റജുലി എന്നത്. രണ്ടാമത്തേത് അൽ ഖിയാമു ലിർ റജുലി എന്നാണ്, ഒരു മനുഷ്യന് വേണ്ടി എഴുന്നേൽക്കുക. ഷെയ്ഖ് പറയുന്ന വാചകം, വഹാദ അയ്ളൻ ലാ ബഅസ ബിഹി, ഇതും ഒരു തെറ്റുള്ള കാര്യമല്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ വാപ്പാണ് കടന്നു വരിക, നമ്മളിരിക്കണ സ്ഥലം. ഒരു ഉദാഹരണം, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാപ്പാനോട് പറയണം, എന്ത്, നമ്മളൊരു ഹദീസ് എന്ന് കേട്ടു വാപ്പ,
പിന്നെ ആരെങ്കിലും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം എന്ന് ആഗ്രഹിച്ചാൽ, ഇഷ്ടപ്പെട്ടാൽ അവൻ നരകത്തിൽ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ. അതുകൊണ്ട് ഇനി മേലാൽ വാപ്പ കടന്നു വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കൂല എന്ന് പറയണ്ട, അത് അതിൽ പെട്ടതല്ല. മനസ്സിലായില്ലേ? എന്നിട്ട് ഷെയ്ഖ് പറയുന്നു ഹാദാ ഇദല്ലാ ബഅസ് ബി, ഇതിന് കുഴപ്പമില്ല. ലാസിയമ ഇദാ അതാദൻ നാസു ദാലിക്, പ്രത്യേകിച്ചും ഒരു സമൂഹം അങ്ങനെ പതിവാക്കിയിട്ടുണ്ട് എങ്കിൽ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ക്ലാസ്സിലേക്ക് മാഷ് കടന്നു വരുമ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? അതാ നാടിൻ്റെ എന്താണ് ഒരു സ്വഭാവമാണ്, ഇത് വേറൊന്നുമില്ല. മനസ്സിലായില്ലേ? എഴുന്നേൽക്കാൻ പറ്റൂല, കാരണം നരകത്തിലാണ് ഇരിപ്പിടം, ഞാൻ എഴുന്നേൽക്കൂല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണ്ട, നമ്മളെ കുട്ടി അവിടെ ഇരിക്കണ്ടെന്ന്. അതെന്താണ്? ആ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. മനസ്സിലായില്ലേ? ലാസിയമ ഇദാ അതാദന്നാസു ദാലിക വസാറ ദാഖിൽ ഇദാ ലം തഖും ലം യുഅദ് ദാലിക ഇംതിഹാനൻ ലഹു ഫഇന്ന ദാലിക ലാ ബഅസ ബിഹി. അതോടൊപ്പം അതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആർക്ക് വേണ്ടിയാണോ എഴുന്നേൽക്കുന്നത് അയാൾ ഒരിക്കലും വിചാരിക്കരുത് എനിക്ക് വേണ്ടി എഴുന്നേൽക്കാത്തവൻ ഒരു മോശക്കാരനാണ് എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ കടന്നു വരുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ എഴുന്നേൽക്കേണ്ട ആളാണ്, അത്രയും സമൂഹത്തിൽ ഒരു ഉന്നതനായ ഒരാളാണ്, നമ്മൾ എഴുന്നേൽക്കും. അത് തെറ്റല്ല, നമ്മൾ ശീലിച്ച നമ്മുടെ ഒരു രീതി, നമ്മുടെ കസ്റ്റമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ഏത് കസ്റ്റമും ഇസ്ലാം അംഗീകരിച്ചാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും ഇങ്ങനെ ഹറാമാക്കാൻ നിഷിദ്ധമാക്കാൻ വന്നൊരു മതമല്ല. ആളുകൾക്ക് ഇങ്ങനെ പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒരു മതമല്ല ഇസ്ലാം. മറിച്ച് ഇസ്ലാമിനെ ഹറാമാക്കൊണ്ടൊക്കെ ഇസ്ലാം എന്തായി ഹറാമാന്ന് പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു സമൂഹം സ്വീകരിച്ചു വരുന്ന ഒരു രീതി, ആ രീതി ഇസ്ലാമികമായാലും തെറ്റില്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതിൽപ്പെട്ട ഒന്നാണ് എന്ത് ചെയ്ത്. പക്ഷേ ഇസ്ലാമിനൊരു നിർബന്ധമുണ്ട്. എന്ത്? ഈ കടന്നു വരുന്ന ആൾ, ഒരാൾ കടന്നു വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പക്ഷെ കടന്നു വരുന്ന ആൾ വിചാരിക്കരുത് എഴുന്നേറ്റ് നിൽക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവൻ എന്നെ അപമാനിച്ചു എന്നെന്ത് ചെയ്യണ്ട, വിചാരിക്കണ്ട. എന്ന് വെച്ചാൽ ഇയാൾ സ്വയം എന്ത് ചെയ്യേണ്ട, അത് ആഗ്രഹിക്കണ്ട എന്ന്. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് അൽ ഖിയാമു അലൈഹി. ഞാൻ പറഞ്ഞു എന്താ ഖിയാമു അലൈഹി എന്ന് പറഞ്ഞാൽ, ബഹുമാനിക്കപ്പെടേണ്ടവൻ ഇങ്ങനെ ഇരിക്കുക, മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നിൽക്കുക. അതെന്തല്ല, അത് ശരിയല്ല. ഷെയ്ഖ് പറയുന്നു വഹാദാ മൻഹിയുൻ അൻഹു, ഇതൊരിക്കലും ഇത് ഇസ്ലാമിൽ നിരോധിച്ച കാര്യമാണ്. നേതാവ് ഇരിക്കുക, മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നിൽക്കുക. ആ പരിപാടി എവിടെയല്ല, ഇസ്ലാമിലില്ല. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ലാ തഖൂമു കമാ തഖൂമുൽ ആജിം, അനറബികൾ എഴുന്നേൽക്കുന്നത് പോലെ നിങ്ങൾ എഴുന്നേൽക്കരുത്. യുഅല്ലിമു ബഅ്ളുഹും ബഅ്ള, അവർ പരസ്പരം ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു രീതിയുണ്ട്, അങ്ങനെ നിങ്ങൾ എഴുന്നേൽക്കരുത്. അതേതാണ് ആ രീതി? അത് നേതാവ് ഇരിക്കുക, മറ്റവരൊക്കെ എന്ത് ചെയ്യുക, എഴുന്നേൽക്കുക. ബഹുമാനിക്കപ്പെടേണ്ടവൻ ഇരിക്കുക, ആരാണോ സമൂഹം അവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. എന്തിനധികം ഹത്താ ഇന്നഹു ഫിസ്സലാ, നമസ്കാരത്തിൽ പോലും. അതാണ് നമ്മളെ പോയിന്റ്. ഇദാ സാറൽ ഇമാമു ലാ യസ്തതിഉൽ ഖിയാം, ഇമാമാണ്, ഇമാമിന് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ നിൽക്കുക. വസല്ല ജാലിസൻ, അപ്പോൾ ഇമാമ് എങ്ങനെ നിസ്കരിക്കും? ഇരുന്ന് നിസ്കരിക്കും. അപ്പോഴോ ഫഇന്നൽ മഅ്മൂമീന യുസല്ലൂന ജുലൂസ, അപ്പം മഅ്മൂമിങ്ങൾ എങ്ങനെ നിസ്കരിക്കണ്ടേ? ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കണം. വലൗ കാനൂ യഖ്ദിറൂന അലൽ ഖിയാം, അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിവുള്ളവരാണെങ്കിൽ പോലും. അതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇമാമ് ഇരിക്കുകയാണോ, മഅ്മൂം എന്ത് ചെയ്യാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ലി അല്ലാ യശ്ബഹുൽ ആജിം, അതാണ് വിഷയം. അനറബികൾ അല്ലെങ്കിൽ ഇസ്ലാമിന് വിരുദ്ധമായി വന്ന ആളുകൾ, അവരുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. പേർഷ്യക്കാരും റോമുകാരൊക്കെ അങ്ങനെയായിരുന്നു. അതെന്തിലില്ല, ഇസ്ലാമിൽ ഇല്ല എന്നർത്ഥം. അള്ളാഹ് അപ്പോൾ ചുരുക്കത്തിൽ അൽ ഖിയാമു അല റജുലി മൻഹിയുൻ അൻ, ഈ മൂന്നാമത് പറഞ്ഞ ഒരാൾ നേതാവ് ഇരിക്കുകയും മറ്റുള്ളവർക്ക് എഴുന്നേൽക്കുകയും ചെയ്യുക എന്ന ഈ സ്വഭാവം ഇസ്ലാം നിരോധിച്ചതാണ്. അല്ലാഹുമ്മ ഇല്ലാ ഇദാ ദഅത്തിൽ ഹാജത്തു ഇലാ ദാലിക്, അങ്ങനെ ഒരാവശ്യം ഉണ്ടായെങ്കിൽ അല്ലാതെ. എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ? ഉദാഹരണം, കാൻ യുഖാഫ അല റജുലി അൻ യഅ്തദ അലൈഹി അഹദുൻ ഫലാ ബഅസ അൻ യഖൂമ അലൈഹിൽ ഖായിം. ഇപ്പോൾ ഒരു നേതാവുണ്ട് നമ്മുടെ, ആ നേതാവ് ഇങ്ങനെ ഇരിക്കുകയും ആളുകൾ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പോൾ ഇയാളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യും, ആക്രമിക്കും എന്ന് നമ്മൾ ഭയപ്പെട്ടു നിൽക്കുക. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഇരുത്തും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും,
ചുറ്റുപാവ് നിൽക്കും. അങ്ങനെ ചെയ്യുന്നതിന് എന്തില്ല, വിരോധമില്ല. അതല്ലെങ്കിൽ അത് പിന്നെ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിൽ അത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുകയും മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്ത സംഭവമുണ്ട്. കാനൽ മുഗീറത്ത് ബിൻ ശുഅബ വാഖിഫൻ അലാ റഅസി റസൂലില്ലാഹ്. നബി ഇങ്ങനെ ഇരിക്കുകയാണ്, നബിൻ്റെ തലയുടെ അടുത്ത് ആര് നിൽക്കുന്നുണ്ട്? മുഗീറത്ത് ബിൻ ശുഅബ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. വബി യദിഹി അസ്സൈഫ്. ഏത് ആ സംഭവം അറിയാലോ, ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായ സമയമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പറഞ്ഞയച്ച് അദ്ദേഹത്തെ കൊന്നു എന്ന കിംവദന്തിയൊക്കെ കിട്ടിയ ആ സംഭവമാണ്. അപ്പോൾ ഒന്ന് വരെ ഒരു ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുഗീറത്ത് ബിൻ ശുഅബ ഒരു വാളുമായിട്ട് റസൂലുള്ളാഹിന്റെ തലക്കുമ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഘട്ടത്തിൽ എന്ത് ചെയ്യാം, നിൽക്കാം. അതിൽ റസൂലുള്ളാഹിനോടുള്ള ഒരു ബഹുമാനമുണ്ട് സ്വാഭാവികമായും. പിന്നെ റസൂലുള്ളാഹിനെ കുറിച്ച് അവർക്ക് എന്തുണ്ട്, ഭയമുണ്ട്. റസൂലുള്ളാഹിനെ ഇവരെന്തേലും ചെയ്തു കളയോ എന്ന ഭയമുണ്ട്. അങ്ങനത്തെ ഒരു സമയത്ത് എന്ത് ചെയ്യാം, എഴുന്നേറ്റ് നിൽക്കുന്നതിന് വിരോധമില്ല. അതല്ലാത്ത രൂപത്തിലുള്ള ഒരു നൃത്തം പാടില്ല എന്നർത്ഥം. എങ്ങനെ ആളുകൾ നിൽക്കുകയും നേതാവ് ഇരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും മനസ്സിലാക്കണം എന്നർത്ഥം. നിസ്കാരത്തിൽ പോലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നിസ്കരിക്കേണ്ടി വന്ന, ഇമാമായി നിൽക്കേണ്ടി വന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ ആളുകൾ നിന്ന് നിസ്കരിച്ചു. റസൂലുള്ള അവരോട് എന്ത് പറയുന്നു, ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നിട്ട് റസൂലുള്ള ഈ സംഭവം പറഞ്ഞു, അത് ചെയ്യാൻ പാടില്ല, നമ്മുടെ രീതിയല്ല അത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതികൾ എന്ന നിലക്ക് പറഞ്ഞതാണ്. ചുരുക്കത്തിൽ ഇദ്ദേഹം കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഞാൻ ചെന്നു. ആ സമയത്ത് നബിയെ കണ്ടപ്പോൾ യബ്റുഖു വജ്ഹഹു മിനസ് സുറൂർ, ഭയങ്കര സന്തോഷം നബിക്ക്. നബി പറഞ്ഞ വാചകം എന്താ? സന്തോഷിച്ചോ, നിനക്ക് നിൻ്റെ ഉമ്മ പ്രസവിച്ച ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സന്തോഷമുള്ള ദിവസമാകുന്നു ഇന്ന് എന്നാണ്. മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെ വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുറ ഇസ്തനാറ വജ്ഹുഹു ഹത്താ കാന വജ്ഹുഹു ഖിത്അതു ഖമരിൻ വകുന്നാ നഅരിഫു ദാലിക മിൻഹു. അതാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. നബിയുടെ മുഖം കണ്ടാൽ ഒരു ഖിത്അതു ഖമർ, ചന്ദ്രൻ മുറിച്ചു വെച്ചതുപോലെ തോന്നും. അങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് സന്തോഷമുണ്ടോ എന്ന് മനസ്സിലാക്കിയിരുന്നത്. ഫലമ്മ ജലസ്തു ബൈന യദൈഹി, അങ്ങനെ ഞാൻ നബിയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂൽ, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന മിൻ തൗബതി അൻ അൻഖലിഅ മിൻ മാലി, ഇന്ന മിൻ തൗബതി, എൻ്റെ തൗബയിൽ പെട്ടതാണ്, അൻ അൻഖലിഅ മിൻ മാലി, എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ അതിൻ്റെ ഉടമാവകാശം ഒഴിവാക്കുകയാണ്, ഉടമാവകാശം ഒഴിവാക്കുകയാണ്. സദഖത്തൻ, സദഖയായിട്ട്, ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും. ഭയങ്കര സന്തോഷമായി. സന്തോഷം കൊണ്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ എന്ത് ചെയ്യാണ്, നബിയെ സദഖയായിട്ട് തരികയാണ്. ആർക്ക്? അള്ളാഹുവിൻ. ഇലല്ലാഹി വ ഇലാ റസൂലിഹി. അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി പറഞ്ഞു, അംസിക് അലൈക് ബഅള മാലിക് ഫഹുവ ഖൈറുൻ ലക്. അംസിക് അലൈക്, നീ പിടിച്ചു വെക്കണം, ബഅള മാലിക, നിന്റെ സ്വത്തിൽ നിന്ന് കുറച്ച്, ഫഹുവ ഖൈറുൻ ലക, അതാണ് നിനക്ക് നല്ലത്, ഉത്തമം. അംസിക് അലൈക ബഅള മാലിക ഫഹുവ ഖൈറുൻ ലക, നിന്റെ സ്വത്തിൽ നിന്ന് നീ കുറച്ച് പിടിച്ചു വെക്കണം, അതാണ് നിനക്ക് നല്ലത് എന്ന് വെച്ചാൽ മുഴുവൻ എന്ത് ചെയ്യാൻ പാടില്ല, മുഴുവൻ സദഖ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. മുഴുവൻ സദഖ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അംസിക് അലൈക ബഅള മാലിക ഫഹുവ ഖൈറുൻ ലക്. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നി അംസികു സഹ്മി അല്ലദീ ബിഖൈബർ, ഇന്നി അംസികു സഹ്മി, ഞാൻ എൻ്റെ ഒരു വിഹിതം പിടിച്ചു വെക്കുകയാണ്, അല്ലദീ ബിഖൈബർ, ഖൈബറിലുള്ള എൻ്റെ സ്വത്ത്.
മദീനയ്ക്ക് അടുത്തുള്ള സ്ഥലമാണെന്ത്? ഖൈബർ. ഖൈബറിലാണ് ധാരാളം കൃഷിയിടങ്ങളും തോട്ടങ്ങളൊക്കെ ഉള്ളത്. അപ്പം കഅബിന് ഖൈബറിൽ എന്തുണ്ട്? സ്ഥലമുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാണ്? എനിക്ക് വെക്കുകയാണ്. ബാക്കി ഞാൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി തരികയാണ് എന്ന് പറഞ്ഞു. ഫഖുൽതു ഇന്നി ഉംസിക്കു സഹ്മി അല്ലദീ ബി ഖൈബർ വഖുൽതു, വീണ്ടും ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നല്ലാഹ തആല, തീർച്ചയായും അള്ളാഹു, ഇന്നമാ അൻജാനി ബിസ്സിദ്ഖി, ഇന്നമാ അൻജാനി ബിസ്സിദ്ഖി, എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ സിദ്ഖ് കൊണ്ട് മാത്രമാണ്. ഇന്നമ എന്ന് പറഞ്ഞാൽ അവിടെ അതാണ് ഇന്നമ മാത്രം എന്ന്, യുഫീദുൽ ഹസ്ര എന്നാണ്. ഇന്നമ ഇലാഹുക്കും ഇലാഹും വാഹിദും ഒക്കെ അല്ലേ ഖുർആനിൽ? നിങ്ങളുടെ ഇലാഹ്, ഏകനായ ഇലാഹ് മാത്രമാണ്. മനസ്സിലായി? അതാണ് ഇന്നമ. ഇന്നമ അൻജാനി ബിസ്സിദ്ഖി, എന്നെ രക്ഷപ്പെടുത്തിയത് സിദ്ഖ് മാത്രമാണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധതയാണല്ലോ. എല്ലാവരും കളവ് പറഞ്ഞു. പക്ഷേ കഅബും രണ്ട് സുഹൃത്തുക്കൾ എന്ത് പറഞ്ഞില്ല? കളവ് പറഞ്ഞു. വ ഇന്ന മിൻ തൗബതി, അതുകൊണ്ട് എൻ്റെ തൗബയിൽ പെട്ടതായി ഞാൻ തീരുമാനിക്കുകയാണ്, അല്ലാ ഉഹദ്ദിസ ഇല്ലാ സിദ്ഖൻ മാ ബഖീത്, അല്ലാ ഉഹദ്ദിസ, ഞാൻ സംസാരിക്കുകയേ ഇല്ല, ഇല്ലാ സിദ്ഖൻ, അല്ലാതെ, മാ ബഖീതു, ഇനി അവശേഷിക്കുന്ന കാലം മുഴുവൻ. മനസ്സിലായില്ലേ? ഇന്ന മിൻ തൗബതി അല്ലാ ഉഹദ്ദിസ ഇല്ലാ സിദ്ഖൻ മാ ബഖീതു, ഇനി അവശേഷിക്കുന്ന എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അതുകൊണ്ട് സത്യമേ പറയൂ. അതാണ് എൻ്റെ തൗബ. ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ അലിംതു അഹദൻ മിനൽ മുസ്ലിമീൻ, മാ അലിംതു, ഞാൻ അറിഞ്ഞിട്ടില്ല, അഹദൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരാളെയും, അബ്ലാഹുല്ലാഹു തആല, അല്ലാഹു തആല അനുഗ്രഹിച്ചവനായി അല്ലെങ്കിൽ പരീക്ഷിച്ചവനായി. അബ്ല എന്ന് പറഞ്ഞാൽ ശരിക്കും പരീക്ഷിക്കണം. ഇവിടെയുള്ള അർത്ഥം അൻഅമാണ്, അള്ളാഹു അനുഗ്രഹം നൽകി. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ അനുഗ്രഹമാണല്ലോ ഈ സംഭവിച്ചത്. നമുക്ക് ബോധ്യമാവും. കാരണം അല്ലാഹു തആല കഅബിനെ കുറിച്ച് ഖുർആൻ ഇറക്കുകയാണ്. മനസ്സിലായില്ലേ? ആ ഖുർആൻ ആയത്ത് മുസ്ലിം സമൂഹം അവസാനം വരെ ഓതുകയാണ്. വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് അബ്ല എന്ന് പറഞ്ഞത്. അബ്ലാഹുല്ലാഹു തആല ഫി സിദ്ഖിൽ ഹദീസ്, സംസാരത്തിൽ സത്യം പറഞ്ഞ കാരണമായി, മുൻദു ദക്കർതു ദാലിക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സംഭവം ഞാൻ നബിയോട് പറഞ്ഞ അന്ന് മുതൽ, മുൻദു ദക്കർതു ദാലിക, അത് ഞാൻ പറഞ്ഞത് മുതൽ, ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയോട്, അഹ്സന മിമ്മാ അബ്ലാനില്ലാഹു തആല, അല്ലാഹു എനിക്ക് ഇപ്പോൾ നൽകിയ അനുഗ്രഹത്തെക്കാൾ ഏറ്റവും നല്ല ഒരു അനുഗ്രഹം. എന്ന് വെച്ചാൽ എന്താ? അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹത്തെക്കാൾ ഏറ്റവും നല്ല ഒരു അനുഗ്രഹം സത്യം പറഞ്ഞതിൻ്റെ പേരിൽ മറ്റാർക്കെങ്കിലും ലഭിച്ചതായി എനിക്കറിയുകയേ ഇല്ല. അത്ര വലിയ അനുഗ്രഹമാണ് എന്ത്? അദ്ദേഹത്തിൻ്റെ പേരിൽ ഖുർആൻ ഇറങ്ങി, അള്ളാഹു തൗബ സ്വീകരിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. നമ്മളൊക്കെ തൗബ ചെയ്യാറുണ്ട്, പക്ഷേ തൗബ സ്വീകരിച്ചു എന്ന സന്തോഷ വാർത്ത നമുക്കാർക്കും കിട്ടിയിട്ടില്ല. അതൊരു വലിയ സംഭവമായി അദ്ദേഹം പറയുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ മാ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ തഅമ്മത്തു കദിബതൻ മുൻദു ഖുൽതു ദാലിക ലിറസൂലില്ലാഹ്, റസൂലുള്ളാഹിയോട് ഈ വിഷയം പറഞ്ഞതു മുതൽ ഇതുവരെ മാ തഅമ്മത്തു കദിബതൻ, ഒരു കളവും ഞാൻ കരുതിക്കൂട്ടി പറഞ്ഞിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം മാ തഅമ്മത്തു, തഅമ്മദ എന്ന് പറഞ്ഞാൽ കരുതി കൂട്ടി പറയാം. മാ തഅമ്മത്തു കദിബതൻ മുൻദു ഖുൽതു ദാലിക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ യൗമി ഹാദാ, ആ സംഭവം അന്നുണ്ടല്ലോ എന്ന്, തബൂക്കിൽ നിന്ന് തിരിച്ചു വന്ന അന്ന് മുതൽ ഇന്ന് വരെ, ഈ സംഭവം ഉണ്ടാകുന്നത് വരെ റസൂലുള്ളാഹിയോട് ഞാൻ ഒരു കളവും പറഞ്ഞിട്ടില്ല. വ ഇന്നി ലഅർജു അൻ യഹ്ഫളനില്ലാഹു തആല ഫീമാ ബഖിയ, ഈ രൂപത്തിൽ അള്ളാഹു എന്നെ സംരക്ഷിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു. നബി അദ്ദേഹത്തോട് പറഞ്ഞ വാചകം ഭയങ്കര രസമുള്ളൊരു വാചകം. എന്താ? നിൻ്റെ ഉമ്മ
പ്രസവിച്ചത് മുതൽ നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടായ ദിവസത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഉത്തമമായ ദിവസം. എന്താ കാരണം? കഅബിൻ്റെ വിഷയത്തിൽ അള്ളാഹു ജിബ്രീലിനെ അയച്ചു. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം വന്നു പറഞ്ഞു. ഖുർആനിൽ ആയത്തിറങ്ങി. ആ ആയത്ത് അല്ലെങ്കിൽ ആ ഖുർആൻ മുസ്ലിമീങ്ങൾ ലോകാവസാനം വരെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കഅബിൻ്റെ സംഭവവും ചരിത്രവും മുസ്ലിമീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണെന്ത്? ആ സംഭവം. അതാണ് അത്ര വലിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോഴാണല്ലോ കഅബ് ചോദിച്ചത്, റസൂലേ ഇത് താങ്കളിൽ നിന്നാണോ അതല്ല അള്ളാഹുവിൽ നിന്നാണോ? റസൂലിൻ്റെ മറുപടി എന്താ? അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി കഅബ്. അപ്പോഴാണ് കഅബ് എന്ത് ചെയ്യണത്? ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ ഈ തൗബയുടെ വിഷയത്തിൽ അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ നബി എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. കാരണം നമുക്കറിയാലോ, നമ്മൾ കഴിഞ്ഞ ഹദീസുകളിലൊക്കെ പഠിച്ചല്ലോ, വളരെ കൃത്യമായി നബി പറഞ്ഞു, ഒരു കാരണവശാലും സ്വത്തിൻ്റെ എത്രയേ കൊടുക്കാവൂ? 1/5. അതാണ് അബൂബക്കർ സിദ്ദീഖിന് ഇഷ്ടം. മനസ്സിലായി? 1/4 അതിലധികം എന്തായാലും 1/5 എന്തായാലും എന്ത് ചെയ്യാൻ പാടില്ല, അധികമാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നബിയുടെ സ്വഭാവം അതായിരുന്നു. നബിയുടെ സ്വഭാവം ഇസ്ലാമിന് കുറേ കിട്ടട്ടെ, എന്നിട്ട് മുസ്ലിമീങ്ങളൊക്കെ എന്താട്ടെ, ദരിദ്രന്മാരാകട്ടെ ഇല്ല എന്ന് വിചാരം. അങ്ങനെ ഒരു വിചാരം നബിക്ക് ഉണ്ടായിരുന്നില്ല. മുസ്ലിമീങ്ങളുടെ ഇസ്സത്താണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്സത്തായി കണ്ടിരുന്നത് എന്നർത്ഥം. അതാണ് ആ രൂപത്തിൽ അതിന്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു സന്തോഷം നമുക്കുണ്ടായാൽ സദഖ ചെയ്യുക എന്നത് സുന്നത്താണ്. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ്. കഅബ് നമുക്ക് കാണിച്ചു തന്നൊരു മര്യാദയാണ്. നമുക്കൊരു സന്തോഷം ഉണ്ടായി, നമ്മളെന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു സദഖ, എന്തെന്നല്ല, എന്തെങ്കിലും ഒരു സദഖ നൽകുക. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്നർത്ഥം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. എന്ത്? ഇനി മുതൽ ഞാൻ സത്യമേ പറയൂ എന്നതാണ് എൻ്റെ തൗബയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന്. അതൊരു വലിയ വിഷയമാണ് യഥാർത്ഥത്തിൽ. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ ഇങ്ങനത്തെ വന്നിട്ടുണ്ടാവും ജീവിതത്തിൽ. നമ്മൾ ചെയ്ത തെറ്റ് അള്ളാഹിനോട് നമ്മൾ തൗബ ചെയ്തു, നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും ആ തൗബ എന്ത് ചെയ്തതായിട്ട്? സ്വീകരിച്ചതായി, അല്ലേ? പലപ്പോഴും ഉണ്ടാവും, നമുക്കതിനെ അനുഭവപ്പെടും. ആ തൗബ, എൻ്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ട് എന്നെനിക്ക് അനുഭവപ്പെടും. അത് അള്ളാഹു നൽകണ ഒരു സമ്മാനമാണ് അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അനുഭവം നമുക്കുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? സദഖ ചെയ്യണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് വലിയൊരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. പിന്നെ ഫഅൻസലല്ലാഹു തആല, അങ്ങനെ അള്ളാഹു തആല അവതരിപ്പിച്ചു. മുസാഫിർ അള്ളാഹു തആല അവിടെ ഉണ്ട്. സൂറത്ത് തൗബയിലെ 117, 18, 19 വചനങ്ങൾ അത് അള്ളാഹു കഅബിൻ്റെ വിഷയത്തിൽ അവതരിപ്പിച്ചതാണ്. നിങ്ങളെല്ലാവരും തഫ്സീർ നോക്കണം വീട്ടിൽ പോയിട്ട്. എന്താണ് ആയത്ത്? ഇങ്ങനെ തുടങ്ങണം: ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم. ഇതിലതിൻ്റെ തുടക്കേ കൊടുത്തിട്ടുള്ള ഹദീസിൽ കണ്ടില്ലേ? ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാരി الذين اتبعوه في ساعة العسرة ഹത്താ ബലഗ. ഏതുവരെ? ഈ ആയത്തിൻ്റെ അവസാനം കൂടി കൊടുത്തു. ആണ് ഹദീസിൻ്റെ ഒരു ശൈലി. നമ്മൾ ആ ആയത്ത് ഇങ്ങനെയാണ്: ലഖദ് താബല്ലാഹു, അള്ളാഹു തൗബ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹു കനിഞ്ഞരുളിയിരിക്കുന്നു, അലൻ നബിയി നബിക്കും, വൽ മുഹാജിരീന മുഹാജിറുകൾക്കും, വൽ അൻസാരി അൻസാറുകൾക്കും, അല്ലദീന തബഊഹു ഫീ സഅത്തിൽ ഉസ്ര ദുരിതം പിടിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തെ കൂടെ നിന്ന, അദ്ദേഹത്തെ പിൻപറ്റിയ. ദുരിതം പിടിച്ച ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ തബൂക്ക് യുദ്ധത്തിൻ്റെ അവസരം പറഞ്ഞല്ലോ. ഭയങ്കരമായ ഉഷ്ണം, ചൂട്, കാരൊക്കെ പൊഴുത്ത് നിൽക്കുക, പോകാൻ ഇഷ്ടമില്ലാത്ത സമയങ്ങൾ. മിൻ ബഅദി മാ കാദ യസീഉ ഖുലൂബു ഫരീഖിൻ മിൻഹും, അവരിൽ നിന്ന് ഒരു വിഭാഗത്തിൻ്റെ മനസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിട്ട് പോലും,
ഒരു ഭാഗം ആളുകൾ ഇങ്ങനെ ചാഞ്ചല്യം വന്നു, പോണോ പോണ്ടേ, വരുമ്പോഴത്തേന് കാരൊക്കെ എന്താവും, കേടുവന്നു പോകും, ഭയങ്കര ചൂടാണ്, ആകെ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? പോകരുത് എന്ന് മുനാഫിക്കുകളൊക്കെ പറഞ്ഞല്ലോ, ചൂടാണ് പോണ്ടെന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ എന്നിട്ടും സുമ്മ താബ അലൈഹിം, അവരിലേക്ക് അള്ളാഹു കനിഞ്ഞു മടങ്ങി. ഇന്നഹു ബിഹിം റഊഫുർ റഹീം, അള്ളാഹു അവരെ സംബന്ധിച്ചിടത്തോളം റഊഫും റഹീമുമാണ്. അതാണ് ഒന്നാമത്തെ ആയത്ത്. ലഖദ് താബ അല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാരി അല്ലദീന തബഉ. 118ാമത്തെ ആയത്ത്. വഅല الثلاثة الذين خلفوا وعلى الثلاثة الذين خلفوا. മൂന്നാളുകൾ. ആരാ മൂന്നാളുകൾ? കഅബ് ബിൻ മാലിക്, മറാറത്ത് ബിനു റബീഅ്, ഹിലാൽ ബിനു ഉമയ്യ. മനസ്സിലായില്ലേ? മൂന്നാളുകൾ. അതാണ് അല സലാസ. അല്ലദീന ഖുല്ലിഫു, വിവരം ലഭിക്കാൻ പിന്തിയ, അല്ലാതെ യുദ്ധത്തിൽ നിന്ന് പിന്തിയുന്ന എന്ന ആക്ഷേപമല്ല ഇവിടെ. വിവരം കിട്ടാൻ എന്തായി? 50 ദിവസം പിന്തിയല്ലോ, 50 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ വിവരം കിട്ടുന്നത്. വിവരം നിൽക്കാൻ വേണ്ടി പിന്തിയ, വിവരം കിട്ടാൻ, അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പിന്തി നിന്ന മൂന്നാളുകൾ. ഹത്താ ഇദാ ദാഖത്ത് അലൈഹിമുൽ അർളു ബിമാ റഹബത്, ഭൂമി വിശാലമായ ശേഷം അവർക്കത് ഇടുങ്ങിയതായി തോന്നി. ഭൂമി എല്ലാവർക്കും വിശാലം, പക്ഷെ അവർക്കെന്തായി? ഇടുങ്ങി തോന്നി. നമ്മൾ അവരെ മാനസിക അനുഭവം വിവരിച്ചല്ലോ. വദാഖത്ത് അലൈഹിം അൻഫുസുഹും, അവർക്ക് സ്വയം തന്നെ ഇടുക്കം തോന്നി. വദന്നു അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, അല്ലാഹുവിലേക്കല്ലാതെ മറ്റാരിലേക്കും അഭയമില്ല എന്നവർക്ക് ബോധ്യമാവുകയും ചെയ്തു. അവരങ്ങനെ തൗബ ചെയ്തു. സുമ്മ താബ അലൈഹിം, പിന്നീട് അള്ളാഹു അവരോട് കനിഞ്ഞരുളുകി ലിയതൂബു, അവർ തൗബ ചെയ്യാൻ വേണ്ടി. അങ്ങനെ അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു. ഇന്നല്ലാഹ ഹുവത് തവ്വാബുർ റഹീം, അള്ളാഹു ധാരാളമായി തൗബ സ്വീകരിക്കണമെന്നവനും കരുണയുള്ളവനുമാണ്. അതാണ് 118ാമത്തെ ആയത്ത്. 119ാമത്തെ ആയത്ത് ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം വിശ്വാസികളെ. വകൂനു മഅസ്സാദിഖീൻ, അതാണ് സിദ്ഖ്. വകൂനു, നിങ്ങൾ സിദ്ഖ് ചെയ്യുന്നവരുടെ, സത്യസന്ധരുടെ കൂടെ, സത്യത്തിൻ്റെ ആളുകളുടെ കൂടെ ആയിരിക്കണം. സത്യത്തിൻ്റെ ആളുകളുടെ കൂടെ ആയാൽ ഇങ്ങനത്തെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. അതാണ് കഅബ് ബിൻ മാലിക് ആ സംഭവം വിവരിക്കുമ്പോൾ പറയുകയാണ്, എൻ്റെ സന്തോഷം അതാണ്. അള്ളാഹു എനിക്ക് എന്ത് ചെയ്തു? എൻ്റെ വിഷയത്തിൽ ആയത്തിറക്കി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം നബിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ? നോക്ക് ആയത്ത്. ലഖദ് താബല്ലാഹു അലൻ നബി, നബിയോട് അള്ളാഹുവിന് കനിവുണ്ട്. പിന്നെ ആരെ പറഞ്ഞത്? വൽ മുഹാജിരീൻ. പിന്നെയാണ് ആരെ പറഞ്ഞത്? അൻസാറുകൾ. ഒരു കാര്യം ഇന്ന് മനസ്സിലാക്കുക, അൻസാറുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ് ആര്? എന്താ കാരണം? നാട് മാത്രമല്ല, എല്ലാം അള്ളാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവരാണ് ആര്? മുഹാജിറുകൾ. നാടും വീടും കുടുംബവും സ്വത്തും എത്ര ചരിത്രമാണ്! ഒരിക്കലും ഒരു സമൂഹത്തിന് സാധിക്കാത്ത സംഭവമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സഹാബത്തിനെ കുറിച്ച് പറയുന്നിടത്ത്, റസൂലുള്ള സഹാബികളെ കുറിച്ച് പറയുമ്പോഴൊക്കെ ആദ്യം ആരെ പറയാ? നിങ്ങൾ ഖുർആനൊക്കെ ഓതുമ്പോൾ നോക്കിയാൽ ആദ്യം മുഹാജിറുകളെ പറയും, പിന്നെയാണ് അൻസാറുകളെ പറയും. അപ്പം റസൂലിനെ പറഞ്ഞു, പിന്നെ മുഹാജിറുകളെ പറഞ്ഞു, പിന്നെ അൻസാറുകളെ പറഞ്ഞു. എന്നിട്ട് ആ അവസ്ഥ പറഞ്ഞു. ആരായിരുന്നു അവർ? അല്ലദീന തബഉഹു ഫീ സാഅത്തിൽ ഉസ്ര, നബിയെ അവർ സാഅത്തുൽ ഉസ്ര, ഒരു ദുരിതം വന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കൂടെ നിന്നവർ. ആ തബൂക്ക് യുദ്ധം വല്ലാത്ത ദുരിതമുള്ള സംഭവമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. മിൻ ബഅദി മാ കാദ യസീഉ ഖുലൂബു ഫരീഖിൻ മിൻഹും, ചില ആളുകൾക്കൊക്കെ തോന്നി അവരുടെ മനസ്സ് തന്നെ ഇങ്ങനെ ചെരിഞ്ഞു പോകുമോ, ചാഞ്ഞു പോകുമോ, തെറ്റിപ്പോകുമോ എന്നവർക്ക് തോന്നിയ സമയം. പക്ഷേ അള്ളാഹു അവരെന്ത് ചെയ്തു? പിടിച്ചു നിർത്തി. അതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ ആയത്ത് വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു, മൂന്നാളുകൾ ആരാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവരുടെ മാനസികാവസ്ഥയാണ് ഈ പറഞ്ഞത്. ഹത്താ ഇദാ ദാഖത്ത് അലൈഹിമുൽ അർളു ബിമാ റഹബത്, ഭൂമിയൊക്കെ വളരെ വിശാല, പക്ഷെ അവർക്ക് തോന്നി ഭൂമിയൊക്കെ ഇങ്ങനെ ഇടുങ്ങിപ്പോയോ എന്ന്. എല്ലാവരും മിണ്ടാണ്ടിരിക്കുക. ആരെടുത്ത് ചെന്നിട്ടും തൊൽഹൻ്റെ അടുത്ത് പോയ സംഭവം പറഞ്ഞല്ലേ, സ്വന്തം ഇഷ്ടപ്പെട്ട ആളെടുത്ത് പോയ സംഭവം പറഞ്ഞല്ലോ. എല്ലാവരും എന്താവുക? അപ്പം അവസാനം 40 ദിവസം കഴിഞ്ഞപ്പോഴോ കുടുംബത്തെയും വിടാൻ പറഞ്ഞു.
കുടുംബത്തോടും അടുക്കാൻ പാടില്ല. അപ്പം അതോടുകൂടി വദാഖത്ത് അലൈഹിം അൻഫുസുഹും, അതാണ്, അതോടുകൂടി അവർക്ക് അവരെ തന്നെ എന്തായി, അവരുടെ നെഫ്സ് പോലും ഇടുങ്ങി, ഇത് സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അവർക്കിങ്ങനെ അള്ളാഹു അവരെ ബോധ്യപ്പെടുത്താണ് എന്ത്, അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, അള്ളാഹുവിൽ നിന്നുള്ള അഭയം അള്ളാഹു മാത്രമാണ്. എങ്ങോട്ടാ നമ്മൾ ഓടുക? നോക്കാം വാചകം, അല്ലാ മൽജഅ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് ഒരു അഭയസ്ഥാനമില്ല, ഇല്ലാ ഇലൈഹി, ആരിലേക്കല്ലാതെ? അയ്യോ, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ നിന്നൊരു അഭയസ്ഥാനം, അള്ളാഹു ഒരു സംഗതി തന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആരേയുള്ളൂ, രക്ഷപ്പെടുത്താൻ ആരേയുള്ളൂ? അല്ലാഹുള്ളൂ. അതാണ് ശൈഖ് പറയുന്നത്, അല്ല ഐഖനു അന്നഹു ലാ മൽജഅ മിനല്ലാഹ് ഐ അന്നഹു ലാ അഹദ യൻഫഉഹു, ആരും ഒരു ഉപകാരം ചെയ്യൂല. അള്ളാഹു നമുക്കൊരു ദുരിതം തന്നാൽ ആരും ഒരു ഉപകാരം, ആ ദുരിതം മാറ്റാനേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇല്ലാ ഇലൈഹി. അതാണ് ശരിക്കും തവക്കുൽ വരിക. പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ നമുക്ക് തവക്കുൽ വരിക അങ്ങനെയാണ്, അങ്ങനെയാകണം തവക്കുൽ വരേണ്ടത്. ഇനി ഞാനിപ്പോൾ എല്ലായിടത്തും പോയി ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, അപ്പം അള്ളാൻ്റെ അടുത്തേക്കാ അല്ല, അള്ളാഹു തന്ന ഒന്ന്, അത് ദുരിതമാണെങ്കിൽ, പ്രതിസന്ധിയാണെങ്കിൽ ആ ദുരിതവും പ്രതിസന്ധിയും തീർക്കാൻ ആർക്കേ പറ്റൂ? അതാര് മനസ്സിലാക്കി? ഈ മൂന്നാളുകളും മനസ്സിലാക്കി. അതാണ് അവരുടെ തൗബ അത്ര ശക്തിയുള്ള തൗബാൻ കാരണം. ഖുർആനിൽ പറയല്ലേ ആ തൗബയെക്കുറിച്ച്, അള്ളാഹു ജിബ്രീൽ മുഖേന സന്തോഷ വാർത്ത അറിയിക്കല്ലേ. അതുവരെ സമൂഹത്തിലെ ഏറ്റവും മോശക്കാരായി 50 ദിവസം കഴിഞ്ഞു കൂടി അവർ. പിന്നെയോ അവർ വലിയ ആൾക്കാർ, അവരെ കാണുമ്പം പിന്നെ ജനങ്ങൾക്കൊക്കെ ഭയങ്കര ബഹുമാനമായിരുന്നു. അതാരാ, അള്ളാഹു തആല നേർക്കുനേരെ തൗബ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ആളുകളാ, ഒരു ബഹുമാനമായിരുന്നു. മനസ്സിലായില്ലേ? അതാ പറഞ്ഞത്. അങ്ങനെ ഇതുവരെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്, അത് അവർക്കുള്ള സർട്ടിഫിക്കറ്റാ. സത്യവിശ്വാസികളെ നിങ്ങളൊക്കെ ആരെ മാതിരിയാകണം? ഈ മൂന്നാളുകളുടെ മാതിരിയാകണം. അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക പോരെ, അതാണ് അവർക്ക് വലുത്. പിന്നെ ഖാല കഅബുൻ, എന്നിട്ട് കഅബ് പറയുന്നു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ അൻഅമല്ലാഹു അലയ്യ മിൻ നിഅമത്തിൻ ഖത്തു ബഅദ ഇദ് ഹദാനില്ലാഹു ലിൽ ഇസ്ലാം അഅളമ ഫീ നഫ്സി മിൻ സിദ്ഖി റസൂലില്ലാഹ് അല്ലാ അകൂന കദബ്തുഹു. അല്ലാഹുവാണ് സത്യം, മാ അൻഅമല്ലാഹു അലയ്യ, അല്ലാഹു എനിക്ക് നിഅമത്ത് നൽകിയിട്ടില്ല, മിൻ നിഅമത്തിൻ ഖത്തു, ഒരു നിഅമത്തും ഒട്ടും നൽകിയിട്ടില്ല, ബഅദ ഇദ് ഹദാനില്ലാഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകിയ ശേഷം അള്ളാഹു എനിക്ക് ഒരു നിയമത്ത് നൽകിയിട്ടില്ല. ഏതല്ലാതെ? അഅളമ, ഏറ്റവും വലുതായിട്ടല്ലാതെ, ഫീ നഫ്സി, എൻ്റെ നഫ്സിൽ ഇപ്പോൾ, മിൻ സിദ്ഖി റസൂലില്ലാ, റസൂലുള്ളാഹിനോട് സത്യം പറയാൻ കഴിഞ്ഞു എന്ന വിഷയം. അതാണ് അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ നിയമത്ത്. മനസ്സിലായോ പറഞ്ഞ്? എനിക്ക് അള്ളാഹു ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകിയ ശേഷം അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ഏതാ? റസൂലുള്ളാഹിനോട് സത്യം പറയാൻ കഴിഞ്ഞു എന്നതാണ്. അറിയാലോ ആ രംഗം. ആളുകളൊക്കെ എന്ത് പറയുന്നുണ്ട്? നാട്ടുകാരൊക്കെ പറഞ്ഞു, ഒരു കളവ്, ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് എന്താകാ, രക്ഷപ്പെടാന്ന് പറഞ്ഞു. പറയാൻ വേണ്ടി ആഗ്രഹിച്ചു കഅബ്, അല്ലേ? പറഞ്ഞാലോ ഇങ്ങനെ ആഗ്രഹിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല? പറഞ്ഞില്ല. അതാണ് ഇവിടെ അദ്ദേഹം ഓർക്കുന്നത്. എന്ത്? അല്ലാഹു തആല ഇസ്ലാമിലേക്ക് വന്ന ശേഷം എനിക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് റസൂലുള്ളാഹിനോട് എനിക്ക് സത്യം പറയാൻ കഴിഞ്ഞു എന്നതാണ്. ആ ഘട്ടം, ആ സന്ദർഭം. പിന്നെയോ, അല്ലാ അകൂന കദബ്തുഹു ഫഅഹ്ലക് കമാ ഹലകല്ലദീന കദബു, ഞാൻ കളവ് പറയുകയും അങ്ങനെ ആ കളവ് മുഖേന നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരിൽ ഞാൻ പെട്ടില്ലല്ലോ. അതാണ് എൻ്റെ അനുഗ്രഹം. ഏതുപോലെ? കമാ ഹലകല്ലദീന കദബു, റസൂലുള്ളാഹിന്റെ മുമ്പിൽ എക്സ്ക്യൂസ് പറഞ്ഞ, കളവ് പറഞ്ഞ് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അല്ലേ? അതാണല്ലോ കുടുംബക്കാർ പറഞ്ഞ എന്താ, അവരൊക്കെ പറഞ്ഞു, എക്സ്ക്യൂസ് പറഞ്ഞു. ഇനിയിപ്പോ കളവാണെങ്കിൽ റസൂലുള്ളാഹി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയില്ലേ, രക്ഷപ്പെടൂലേ? അതുകൊണ്ട് കഅബേ നീയും ചെല്ല്, റസൂലുള്ളാഹി ഇസ്തിഗ്ഫാർ നടത്തിയാൽ പിന്നെ രക്ഷപ്പെടാതിരിക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല? അനങ്ങിയില്ല. ഈ കളവ് പറഞ്ഞ ആളുകളോ, അള്ളാഹിൻ്റെ അടുത്ത്, അള്ളാഹിൻ്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് കളവ് പറഞ്ഞ് രക്ഷപ്പെട്ട ആളുകൾ, എന്താണ് അവരുടെ അവസ്ഥ? ഇന്നല്ലാഹ തആല, അല്ലാഹു തആല പറഞ്ഞു, ഖാല ലില്ലദീന കദബൂ, ഈ കളവ് പറഞ്ഞവരോട്, ഹീന അൻസലൽ വഹ്യ, ഈ വഹി വന്ന സന്ദർഭം. ഏത് വഹി?
കഅബിന്റെ വിഷയത്തിലുള്ള വഹി വന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരോട് പറഞ്ഞു, ശർറമാ ഖാല ലി അഹദിൻ, ഒരാളോടും പറഞ്ഞിട്ടില്ലാത്ത അത്ര മോശമായ രൂപത്തിൽ. അവർ വിചാരിച്ച് നമ്മൾ രക്ഷപ്പെട്ടു എന്നാ. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു ഒഴിവ് കഴിവ് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ അടുത്ത് രക്ഷപ്പെട്ടു. പിന്നെ റസൂൽ എന്ത് ചെയ്തു? ഇസ്തിഗ്ഫാർ നടത്തി പ്രാർത്ഥിച്ചില്ലേ? ഇവർക്ക് എന്ത് ചെയ്യണം? പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതോടുകൂടി രക്ഷപ്പെട്ടു എന്നാണ് ഈ ആളുകളുടെ ധാരണ. പക്ഷേ കഅബിന്റെ വിഷയത്തിലുള്ള വഹി ഇറങ്ങിയ സമയത്ത് ഇവരെക്കുറിച്ച് അള്ളാഹു ഏറ്റവും മോശമായി പറഞ്ഞു. അതേതാ? സൂറത്ത് തൗബയിലെ 95-ാമത്തെ വചനം. എല്ലാവരും ഒന്ന് വീട്ടിൽ പോയി നോക്കണം. എന്താണത്? സയഹ്ലിഫൂന ബില്ലാഹി ലക്കും ഇദൻഖലബ്തും ഇലൈഹിം ലിതുഅരിദൂ അൻഹും ഫഅരിദൂ അൻഹും ഇന്നഹും റിജ്സ് വമഅവാഹും ജഹന്നം ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. ഭയങ്കര വാചക. അവർ രക്ഷപ്പെട്ടു എന്നാണല്ലോ കുടുംബക്കാർ പറഞ്ഞു കൊടുത്ത്. ഇത് നിങ്ങൾ കേട്ടു നോക്ക്. സയഹ്ലിഫൂന ബില്ലാഹ്, അല്ലാഹുവിൽ അവർ സത്യം ചെയ്തു, ലക്കും നിങ്ങളോട്. അള്ളാഹുവിനെ വിളിച്ചാൽ സത്യം പറഞ്ഞ്, റസൂലേ ഉമ്മാക്ക് സുഖമില്ലായിരുന്നു, ബാപ്പക്ക് സുഖമില്ലായിരുന്നു, ഇങ്ങനെ പ്രശ്നമുണ്ടായി, അള്ളാഹിനെ വിളിച്ചാൽ സത്യം ചെയ്ത്. അതാണ് ഇദൻഖലബ്തും, നിങ്ങൾ തിരിഞ്ഞു പോയപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയി. ഇദൻഖലബ്തും ഇലൈഹിം, നിങ്ങൾ അവരിലേക്ക് മടങ്ങിയപ്പോൾ ലിതുഅരിദൂ അൻഹും, അവരെ വിട്ടേച്ച് കളയാൻ വേണ്ടി. അപ്പോൾ അവർ വിചാരിച്ചെന്ത്? ഓ കഴിഞ്ഞു, റസൂലുള്ളാഹ് ഒഴിവ് കഴിവ് തന്നു, രക്ഷപ്പെട്ടു. ഫഅരിദൂ അൻഹും, നബിയെ ഇനി അവരെ നിങ്ങൾ പരിഗണിക്കരുത്, അവരെ വിട്ടേക്കണം. കാരണം ഇന്നഹും റിജ്സുൻ, അവരെന്താണ്? റിജ്സുൻ. എന്താ റിജ്സ് എന്ന് പറഞ്ഞാൽ? മാലിന്യമാണ് എന്നാണ്. ഖുർആനിൽ റിജ്സ് എന്ന് പറഞ്ഞത് ഖംറിനെ കുറിച്ചാണ്, കള്ളിനെ കുറിച്ചാണ്. ഹദീസുകളിലൊക്കെ റിജ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ മലം, റൗസുൽ ഹമീർ, എന്താണ് റൗസുൽ ഹമീർ, കഴുതയുടെ കാഷ്ടം, ഇതൊക്കെയാണ് എന്ത്? ആ റിജിസ് എന്നുള്ള പദമാണ് എവിടെ ഉപയോഗിച്ചത്? ഈ ആളുകളെ കുറിച്ച് പറയാൻ. എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നഹും റിജിസുൻ, ഇവർ മാലിന്യമാണ്, കാഷ്ടത്തിന് തുല്യമാണവർ. വമഅവാഹും ജഹന്നം, ആരാണത്? ആരാ? സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട, റസൂലിന്റെ മുമ്പിൽ എക്സ്ക്യൂസ് പറഞ്ഞ് ഇസ്തിഗ്ഫാർ റസൂല് നടത്തി രക്ഷപ്പെടുത്തി എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ. വമഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാണ്. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അതാണ് അവർ ചെയ്തതിൻ്റെ പ്രതിഫലം. തീർന്നോ? നോക്ക് അടുത്ത വാചകം. 95 കഴിഞ്ഞാൽ 96-ാമത്തെ പദം ആയത്ത്. യഹ്ലിഫൂന ലക്കും, അവർ താങ്കളോട് സത്യം ചെയ്തു. ലിതർദൗ അൻഹും, താങ്കൾ അവരെക്കുറിച്ച് തൃപ്തിപ്പെടാൻ. അല്ലേ? അതിനല്ലേ സത്യം ചെയ്ത്? അവർ വിചാരിച്ച എന്താ? റസൂലുള്ള തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ, എന്നിട്ടോ ഫഇൻ തർദൗ അൻഹും, അല്ലാഹ് പറഞ്ഞു കേട്ടോ, നബിയെ താങ്കൾ അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടാൽ പോലും ഫഇന്നല്ലാഹ ലാ യർദാ, ഫഇന്നല്ലാഹ, അല്ലാഹു എന്ത് ചെയ്യൂല? അതാണ് വിഷയം. ഇവരെന്താ വിചാരിച്ചതെന്നറിയോ? റസൂലുള്ളാന്റെ അടുത്ത് നിന്ന് എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് റസൂലുള്ള ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കും കൂടി ചെയ്താൽ പിന്നെ കഴിഞ്ഞല്ലോ, പ്രശ്നമൊന്നുമില്ല എന്നാ. പക്ഷേ വഹി ഇറങ്ങിയത് എന്താ? വഹി ഇറങ്ങിയത് റസൂലുള്ളാഹിനോടാ. റസൂലെ താങ്കൾ അവരെ ഇഷ്ടപ്പെട്ടാൽ പോലും ഫഇൻ തർദൗ അൻഹും, താങ്കൾ അവരെ ഇഷ്ടപ്പെട്ടാൽ പോലും ഫഇന്നല്ലാഹ ലാ യർദാ അനിൽ ഖൗമിൽ ഫാസിഖീൻ, ഈ ഫാസിഖീങ്ങളായ ആളുകളെ അല്ലാഹു എന്ത് ചെയ്യൂല? ഇഷ്ടപ്പെടുകയില്ല. ഫാസിഖീങ്ങളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ശരിക്കും മനസ്സിലാക്കണം. ഇത് നമുക്ക് സാധാരണ വരാറുള്ള, നമ്മുടെ സാധാരണ ജീവിതത്തിൽ വരാറുള്ള ഒരു വിഷയമാണ്. ഒരു സമൂഹത്തിലൊരു ജീവി എന്ന നിലക്ക് പല രംഗത്തും നമ്മൾ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടാറും പങ്കെടുക്കാറുണ്ടാവും. അല്ലേ? പലതരത്തിലുള്ള, ഇപ്പോൾ പള്ളി കമ്മിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ റിലീഫ് കമ്മിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ശരി, ഇതിൽ ഒരുമിച്ച് കൂടുക, ഇതിൽ പങ്കെടുക്കുക എന്നതിൽ നമ്മുടെ ലക്ഷ്യം എന്താ? അള്ളാഹുവിൻ്റെ വജ്ഹാകണം. പല ആളുകളും ഇങ്ങനത്തെ വിഷയങ്ങളിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ വിട്ടു നിൽക്കും. കാരണമൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും എന്തുണ്ടാവും? ആഗ്രഹം ഉണ്ടാവും. ഇവരൊക്കെ ആഗ്രഹിച്ച പോലെ. ഏത് തബൂക്ക് യുദ്ധം ഉണ്ടായ സമയം ഭയങ്കര പ്രതിസന്ധിയുള്ള സമയമാണല്ലോ. ഭയങ്കര ചൂടാ,
അബൂദർ ഗഫാറിൻ്റെ ഒക്കെ സംഭവമുണ്ട്. അബൂദർ ഗഫാർ റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് വീട്ടിൽ ചെന്ന് നോക്കുമ്പം 2 ഭാര്യമാരുണ്ട്. അബൂദർ ഗഫാർ നല്ല സുന്ദരിമാരായ 2 ഭാര്യ. വീടൊക്കെ അവരിങ്ങനെ വളരെ മനോഹരമാക്കി. ഭയങ്കര ചൂടാണ്. ഇപ്പം ചൂടുള്ള സമയത്ത് അറിവുകൾ ചെയ്യൽ വെള്ളം കുടഞ്ഞിടും, മേലെയും അടി വെള്ളം കുടഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിൽ ചെന്നപ്പം നല്ല തണുപ്പ്. അബൂദർ തന്നെ പറയുന്നുണ്ട്, ഭയങ്കര തണുപ്പ്, എന്താ രസം, സുന്ദരിയായ ഭാര്യ, പുറത്ത് നല്ല കാരൊക്കെ പൊഴുത്തിങ്ങനെ നിൽക്കണം, എന്ത് രസമുള്ള സമയം. സ്വാഭാവികമാണ് മനുഷ്യൻ്റെ ആഗ്രഹം അങ്ങനെ ഇരിക്കും. ശരിയല്ലേ? അവിടെയാണ്, അതാണ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട, സമൂഹത്തിൽ നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ സമൂഹം വല്ലാതെ നാശമായതും. എക്സ്ക്യൂസുകൾ പറയുമ്പോൾ നമ്മൾ ശരിക്ക് പേടിക്കണം, അള്ളാനെ പേടിക്കണം. ഇല്ലാത്തതാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുക, പറയാം, ഒഴിവുകഴിവായി പറയാം. എന്ത് വിഷയത്തിൽ? അള്ളാഹുവിൻ്റെ വജീഹ് ആഗ്രഹിച്ച് പണിയെടുക്കേണ്ട വിഷയത്തിൽ. കച്ചവടത്തിൻ്റെ ജോലിൻ്റെ കാര്യത്തിൽ നമ്മളിത് പറയില്ലല്ലോ, പറയില്ല അല്ലേ? എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളവിടെ എത്തും. തലവേദന ഉണ്ടായാലും പനിച്ചാലും കാല് മുറിഞ്ഞാലും ഒക്കെ എങ്ങനെയെങ്കിലും എത്തും. എന്താ കാരണം? അത് ദുനിയാവിൻ്റെ വിഷയമാണ്. അള്ളാഹിൻ്റെ വിഷയത്തിലോ നമ്മൾ എക്സ്ക്യൂസ് വേറെ ഏതെങ്കിലും പറയണ്ടോ നോക്കും, പ്രശ്നങ്ങളൊക്കെ പറയണോ. പക്ഷേ നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം. അല്ലാഹു തആല നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു തആല നമുക്ക് കൂലി നമ്മൾ മനസ്സിലാക്കിയല്ലോ. 1-ാമത്തെ അധ്യായത്തിൽ എന്താ? നമ്മുടെ നിയ്യത്തനുസരിച്ചാണ് കൂലി. നമ്മളെ മനസ്സിനാണ് എന്ത് കൂലി, അമലിനല്ല എന്ത് കൂലി കിട്ടുക, മനസ്സിനാ കൂലി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമുക്കൊരു വലിയ പാഠമാണ്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു അങ്ങനത്തെ ആളുകളെ പറ്റി പറഞ്ഞതാണ് എന്ത്, അള്ളാഹു തൃപ്തിപ്പെടൂല. എന്താ അവസാനത്തെ വാചകം? ഫഇന്നല്ലാഹ ലാ യർദാ അനിൽ ഖൗമിൽ ഫാസിഖീൻ. അള്ളാഹു ഫാസിഖീങ്ങളെ തൃപ്തിപ്പെടൂല. ഈ ആൾക്കാരെ അള്ളാഹു വിളിച്ചത് എന്താ? ഫാസിഖ് എന്നാണ്. ഫാസിഖ് എന്താണ്? ഫാസിഖ് എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താ ഫാസിഖ് എന്നല്ലേ. ഫിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം കാരക്കയാണ്. ഈത്തപ്പഴം, ഒരു ഈത്തപ്പഴം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് ഈത്തപ്പഴം കണ്ടിട്ടുണ്ടല്ലോ. ഒരു ഈത്തപ്പഴം, ആ ഈത്തപ്പഴത്തിൻ്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. മുകളിലൊരു തൊലി ഉണ്ടാവുമല്ലോ ഈത്തപ്പഴത്തിന്, ചെറിയ നല്ല പഴുത്ത് നിൽക്കണ ഈത്തപ്പഴം, ഈ കാരക്കല്ലാത്ത മുകളിലൊരു ചെറിയ തൊലി ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ തൊലി ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കണ ഈത്തപ്പഴമാണെന്ത്? ഫിസ്ക് എന്ന് പറഞ്ഞ ഈത്തപ്പഴം. അതിൻ്റെ വിഷയം എന്താ അറിയോ? എന്തുകൊണ്ടാണ് ഫാസിഖ്, ഈ ഫാസിഖ് എന്നുള്ള പദം ഇതിൽ നിന്ന് വന്നത്? എന്താ കാര്യം എന്ന് വെച്ചാൽ, ആ ഈത്തപ്പഴം നിലത്ത് വീണു നിൽക്കുക, അത് പിന്നെ നമുക്ക് തിന്നാൻ കഴിയില്ല. പറ്റുമോ? ആ ഈത്തപ്പഴം മണ്ണിലാണ് വീണാൽ, കാരണം പൊളിഞ്ഞ് നിൽക്കല്ലേ, എന്ത് തൊലി പൊളിഞ്ഞ് നിൽക്കുക. പിന്നെ തൊലി പൊളിഞ്ഞാൽ പിന്നെ അതിമ എന്താ ഉണ്ടാകുക? കുറേ സ്മൂത്തായ സ്ഥലമല്ലേ, അയിമലി എന്ത് മണ്ണ് പിടിച്ചു, മണ്ണ് പരണ്ട, പിന്നെ അത് കഴുകി നന്നാക്കാൻ ഭയങ്കര പ്രയാസം, കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അതാ ഈത്തപ്പഴമാണ് എന്ത്? ഫാസിഖ്. നല്ല മുസ്ലിം ആയിരിക്കും, പക്ഷെ തോല് പൊളിഞ്ഞിട്ടുണ്ടാവും മുസ്ലിമിന്. മനസ്സിലായില്ലേ? ഈ തോല് പൊളിഞ്ഞ മുസ്ലിം വീണത് എങ്ങട്ടാ? ഈ ഫിത്നയിലേക്കാ. ഈ ഫിത്നയിലേക്ക് തോല് പൊളിഞ്ഞ മുസ്ലിം വീണാൽ ഈ ഫിത്ന മുഴുവൻ ഈ മുസ്ലിമിൻ്റെ ചുറ്റുഭാഗം എന്താവും? പറ്റിപ്പിടിക്കും. പിന്നെ ആ മുസ്ലിമിനെ കഴുകി നന്നാക്കാൻ എന്താണ്? അതുകൊണ്ടാണ് അവനെ ഫാസിഖ് എന്ന് വിളിച്ചത്. നോക്കി നിങ്ങൾ, എന്താ രസം! ഖുർആന്റെ ഭാഷ അതിമനോഹരമാണ്. അള്ളാഹു ഇവിടെ പറയാ, ഫഇന്നല്ലാഹ ലാ യർദാ അനിൽ ഖൗമിൽ ഫാസിഖീൻ. ഫിസ്ക് ഒരുപാട് ഇനമുണ്ട് ഖുർആനിൽ, ഹദീസ്, ഇസ്ലാമിൽ ഫിസ്ക് ഒരുപാട് ഇനമുണ്ട്, ഒരുപാട് തരം. നമ്മൾ തമ്മാടി എന്നൊക്കെയാണ് അതിനർത്ഥം പറയല്, പോരാ, ഒരു ആപ്റ്റായ പദമായി എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി? ഇതിങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ കാരക്കങ്ങളെ മനസ്സിലുണ്ടായിക്കോട്ടെ. അതാണ് ശുദ്ധിയാക്കാൻ പറ്റാത്ത രൂപത്തിൽ ഫിസ്കുള്ള പ്രവർത്തനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ ഒരുപാട് സംഗതികളുണ്ട്. ഉഖൂഖുൽ വാലിദൈൻ, സിബാബുൽ മുസ്ലിം. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കൽ, മുസ്ലിമിനെ ചീത്ത പറയൽ, ഖതീഅത്തുർ റഹം, കുടുംബബന്ധം വിച്ഛേദിക്കൽ, ഗിശുന്നാസ്, ജനങ്ങളെ വഞ്ചിക്കൽ, തട്ടിപ്പ് നടത്തലേ, ആൾക്കത്തത്തിൽ, വൽ ഗദ്റു ബിൽ അഹദ്, കരാറ് ചെയ്തിട്ട് ആ കരാറിനെ ലംഘിക്കുക, അൽ കദിബു, ഇങ്ങനെ ഒരുപാടെണ്ണം, കളവ്. ഇതൊക്കെയാണ് ഫിസ്ക് 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 എന്നെണ്ണി പറഞ്ഞത്. ശരി, ഇത്തരം ഫാസിക്കുകളെ അള്ളാഹു എന്ത് ചെയ്യൂല? തൃപ്തിപ്പെടുകയില്ല. മനസ്സിലായില്ലേ? ഈ ഫിസ്ക് യഥാർത്ഥം ഭയങ്കര ഒരു പ്രശ്നമുള്ള വിഷയമാണ്. അള്ളാഹു
മനുഷ്യൻ്റെ തെറ്റുകളെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടായി തിരിച്ചു. ഖബായിറുകൾ അറിയാലോ, മഹാപാപങ്ങൾ, സഗായിറുകളുണ്ട്, ചെറിയ ചെറിയ പാപങ്ങൾ. പിന്നെ ഈ ഖബായിറിനേക്കാൾ മുകളിലുള്ള സാധനമുണ്ട്, സബഉൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച 7 മഹാപാപങ്ങൾ. അതിൻ്റെ ഏറ്റവും മുകളിലാരാ? ഷിർക്കാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ ഗ്രേഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും മുകളിലാരാ? ഷിർക്ക്. അതിൻ്റെ പിന്നെ സബഉൽ മൂബിഖാത്തിലെ ബാക്കിയുള്ളത് വ്യഭിചാരം എന്നൊക്കെ പറയണ്ടല്ലോ. പിന്നെ ഖബായിറുകൾ, മഹാപാപങ്ങൾ, പിന്നെ ചെറിയ തെറ്റുകൾ. ഇതൊന്നുമല്ല ഫിസ്ക് എന്ന് പറഞ്ഞാൽ. ഇതൊന്നുമല്ല എന്ത്? ഇതൊന്നുമല്ലാത്ത കുറേ എണ്ണുണ്ട്. അത് ഈ കാരക്കൻ്റെ മാതിരിയാണ്. വൃത്തിയാക്കാൻ എന്തായിരിക്കും പ്രയാസം? ഇതിനൊക്കെ വൃത്തിയാകാൻ എളുപ്പാ. ഈ പറഞ്ഞതിനൊക്കെ ഷിർക്ക് നമുക്ക് വൃത്തിയാകാം. എങ്ങനെ? ഷഹാദത്ത് ചൊല്ലി എന്താകാം? മുസ്ലിമാകാം. മനസ്സിലായില്ലേ? സബഉൽ മൂബിഖാത്തിന് വൃത്തിയാകാം. തൗബ ചെയ്തെന്താകാം? വൃത്തിയാകാം. ഖബായിറുകൾ, എൻ്റെ നേരെ താഴെ വന്ന മഹാപാപങ്ങൾ, അതും തൗബ ചെയ്താൽ. ഞാൻ അതിൻ്റെ താഴെയുള്ള സഗായിറുകളോ അത് തൗബയും ചെയ്യണ്ട. അതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്കറിയാലോ അല്ലേ? ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന അസ്സയ്യിആത്ത്. നന്മ വർദ്ധിപ്പിച്ചാൽ തന്നെ തിന്മകളെ ആ നന്മ എന്ത് ചെയ്യും? നിങ്ങൾ അള്ളാഹ് പുറത്തേരണേ എന്ന് പറയാൻ തന്നെ അള്ളാഹു എന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ്. ഫിസ്ക് അതിനേക്കാളൊക്കെ അപ്പുറമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായി? ഈ ആൾ അപ്പം ഇത്തരം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ആയത്ത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണം. അമാനു വലിയുടെ തഫ്സീറൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. എന്താ വെച്ചാൽ ഈ ആയത്ത് ഈ പണി ചെയ്യുന്നവർ ഫാസിഖുകളാണ്, സമൂഹത്തിന് കൊള്ളാത്തവരാന്നർത്ഥം. അവരെ കണ്ട് കൊള്ളിക്കാൻ ഭയങ്കര പ്രയാസമാണെന്നർത്ഥം. കൊള്ളിക്കാൻ എന്താണ് പ്രയാസമാണ്? ഇത് കേൾക്കാൻ പറ്റില്ലല്ലോ. ഈ കാരൊക്കെ കഴുകി നന്നാക്കി തിന്നാൻ കഴിയില്ല, ഭയങ്കര പ്രയാസമാണ്. പിന്നെയും കടിക്കും, ഈ കല്ലൊക്കെ പിന്നെയും കടിക്കും. അതേപോലെ ആയിരിക്കും ഇത്. അപ്പോൾ അല്ലാഹു തആല ഭയങ്കര ഗൗരവത്തിലാണ് എന്ത് ഈ സംഗതികൾ പറഞ്ഞത് എന്നർത്ഥം. നമുക്ക് എന്തെങ്കിലും ഒരു ഹദീസ് നിർത്തണ്ടേ? ഖാല കഅബുൻ. 5 ക്ലാസ്സായില്ലേ? ഒന്ന് അവസാനിപ്പിക്കണം, ഇപ്പം തീർക്കും. ഖാല കഅബുൻ, കഅബ് പറഞ്ഞു, കുന്നാ ഖുല്ലിഫ്നാ അയ്യുഹ സലാസ അൻ അംരി ഉലൈക അല്ലദീന ഖബില മിൻഹും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ പിന്തിക്കപ്പെട്ടു, അയ്യുഹ സലാസ, ഞങ്ങൾ 3 ആളുകൾ, അൻ അംരി ഉലൈക അല്ലദീന ഖബില മിൻഹും റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂല് തൗബ സ്വീകരിച്ച ആ ആളുകളെക്കാൾ, ഹീന ഹലഫൂ ലഹു, റസൂലിൻ്റെ മുമ്പിൽ വെച്ച് അവർ സത്യം ചെയ്തപ്പോൾ, ഫബായഅഹും, റസൂലുള്ളാഹിയോട് അവർ ബൈഅത്ത് ചെയ്തു, വസ്തഗ്ഫറ ലഹും, റസൂലുള്ള അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി, വഅർജഅ റസൂലുള്ളാഹി അംറനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കാര്യം പിന്തിച്ചു വെച്ചു, ഹത്താ ഖലല്ലാഹു തആല ഫീഹി ബിദാലിക്, അല്ലാഹു തആല ആ വിഷയത്തിൽ ഒരു വിധി നൽകട്ടെ എന്നതുവരെ. അതുകൊണ്ടാണല്ലോ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. മറ്റവരതൊക്കെ അപ്പം തന്നെ എന്തായി? റസൂൽ പരിഹരിച്ച് ഇങ്ങനെ വിട്ടല്ലോ. ഇവരിത് മാത്രമാണ് എന്ത്? അവിടെ കട്ടെ, അള്ളാഹു വിധി വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിധി വരുന്നത് വരെ. അങ്ങനെ ഖാല അല്ലാഹു തആല, അങ്ങനെയാണ് ഈ വിധി വന്നത്. വഅല സലാസത്തില്ലദീന ഖുല്ലിഫു എന്ന് പറഞ്ഞ 117-ാമത്തെ വചനം. വലൈസല്ലദീ ദക്കറ, എന്നിട്ട് അദ്ദേഹം പറയാം, നമ്മളും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഒരു വിഷയം. വലൈസല്ലദീ ദക്കറ മിമ്മാ ഖുല്ലിഫ്നാ, ഇവിടെ ഖല്ലഫ ഖുല്ലിഫ പിന്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് അല്ല. തഖല്ലുഫ്നാ അനിൽ ഗസ്വി, ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്തി നിന്നു എന്നതല്ല വിഷയം. ഇവർ 3 ആളും യുദ്ധത്തിന് പോയില്ലല്ലോ, പിന്തിന്നല്ലോ. അതല്ല ഇവിടെ എന്ത്? വഅല സലാസത്തില്ലദീന ഖുല്ലിഫു, 3 ആളുകൾ, പിന്തിക്കപ്പെട്ട 3 ആളുകൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകാതെ മാറി നിന്ന 3 ആളുകൾ എന്നല്ല. പിന്നെന്താ? അങ്ങനെ അള്ളാഹ് ഇവരെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നർത്ഥം. പിന്നെന്താ വിഷയം? പിന്നെ തഖല്ലുഫ്, ഇന്നമാ ഹുവ തഖ്ലീഫുഹു ഇയ്യാനാ വഇർജാഉഹു അംറനാ. എന്താ പിന്നെ വിഷയം? ഞങ്ങളുടെ കാര്യം പിന്തിക്കപ്പെട്ടു, ഞങ്ങളുടെ വിഷയത്തിലെ വിധി എന്ത് ചെയ്തു? ഞങ്ങളുടെ വിഷയത്തിലെ തീരുമാനം പിന്തിക്കപ്പെട്ടു. അപ്പൊ തീരുമാനം പിന്തിക്കപ്പെട്ട 3 ആളുകൾ എന്നാണ്, അല്ലാതെ എന്തല്ല. യുദ്ധത്തിൽ നിന്ന് പിന്തി നിന്ന 3 ആളുകൾ എന്നല്ല. അതാണെങ്കിൽ അത് ഭയങ്കര ആക്ഷേപവും, അവരെ കുറിച്ചുള്ള ആക്ഷേപം. ഇവർ യഥാർത്ഥത്തിൽ ആക്ഷേപിക്കല്ല, അഭിനന്ദിക്കുകയാണല്ലോ അള്ളാഹ് ചെയ്തത്. കൂനൂ മഅ സാദിഖീൻ, അവരെ ചൂണ്ടിട്ടാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്.
വ ഇർജാഉഹു അംറന, ഞങ്ങളുടെ കാര്യം വൈകിക്കപ്പെട്ടു. അമ്മൻ ഹലഫലഹു, റസൂലുള്ളയോട് സത്യം ചെയ്ത ആളുകളിൽ നിന്ന്, വഅതദറ ഇലൈഹി, റസൂലിനോട് എക്സ്ക്യൂസ് പറഞ്ഞ, കഴിവ് പറഞ്ഞ ആളുകളിൽ നിന്ന്, ഫഖബില മിൻഹു, അവരിൽ നിന്ന് സ്വീകരിച്ച് അപ്പം തന്നെ വിട്ടു. അതാണ് ഉദ്ദേശിച്ചത്. അവരൊക്കെ അപ്പം തന്നെ എന്ത് ചെയ്തു? സ്വീകരിച്ചു വിട്ടു. അപ്പൊ പിന്തിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവ് വരാൻ പിന്തിയ എന്നാണ് അർത്ഥം. അല്ലാതെ യുദ്ധത്തിന് പോകാതെ പിന്തി നിന്ന എന്നല്ല. അങ്ങനെ ആരും മനസ്സിലാക്കരുത് എന്നർത്ഥം. മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്തതാണ്. ഹദീസ് ഇവിടെ അവസാനിച്ചു. വഫി റിവായത്തിൻ, ഈ ഹദീസിൻ്റെ വേറൊരു റിവായത്തിലുണ്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഫീ ഗസ്വതി തബൂക യൗമൽ ഖമീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടത് എന്നാ വ്യാഴാഴ്ചയായിരുന്നു. മനസ്സിലായില്ലേ? വേറൊരു ഇതേ സംഭവം വിവരിക്കുന്ന വേറൊരു റിപ്പോർട്ടിലുണ്ട്, ബുഖാരിയുടെയും മുസ്ലിമും റിപ്പോർട്ടിലല്ല. പിന്നെ വകാന യുഹിബ്ബു അൻ യഖ്റുജ യൗമൽ ഖമീസ്, വ്യാഴാഴ്ച യാത്ര പോവുക എന്നത് നബിക്ക് ഇഷ്ടമായിരുന്നു. മനസ്സിലായില്ലേ? ഒരു ചെറിയൊരു സംഗതി അവിടെ മനസ്സിലാക്കുക. അത് റസൂലുള്ള സ്ഥിരം ചെയ്തിരുന്നൊരു സംഗതിയല്ല. റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടമായിരുന്നു വ്യാഴാഴ്ച. ചില ദിവസം ചില യാത്രകൾ നബി ശനിയാഴ്ചയായിരുന്നു എന്ത് ചെയ്തിരുന്നത്? പോയിരുന്നത്. അതിൽപ്പെട്ടതാണ് നബിയുടെ ഹജ്ജിന് വേണ്ടി നബി പോയത്. ഹജ്ജത്തുൽ വദാഇന് വേണ്ടി നബി പുറപ്പെട്ടത് ശനിയാഴ്ചയാണ് എന്നല്ല വ്യാഴാഴ്ചയല്ല. വേറെ ദിവസങ്ങളിലും നബി എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. ഇന്ന ദിവസമേ പോകാവൂ എന്ന് നബി എന്ത് ചെയ്തിട്ടില്ല. ഇന്ന ദിവസം പോകാൻ പാടില്ല എന്നും നമ്മളാൾക്കാർ മനസ്സിലാക്കി അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച യാത്ര പോയിക്കൂടാ. വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാൻ്റെ മുമ്പ് യാത്ര പോകുന്നത് നബി ഇഷ്ടപ്പെട്ടിരുന്നില്ല. മനസ്സിലായി? കാരണം ഒരു നാട്ടിൽ മുഖീമായ ഒരാൾ, താമസിക്കുന്ന ഒരാൾ ആ ജുമയിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ ജുമ ഇല്ലാതാവുക എന്ന രൂപത്തിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? പോകാൻ പാടില്ല. അതല്ലാതെ വേറെ ഒരു ധാരണ യാത്രയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ നബിക്ക് ഇത് ഇഷ്ടമായിരുന്നു. ഏത്? വ്യാഴ്ച പോകുന്നത് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ ദിവസം പോയിക്കൂടാന്ന് വിചാരിക്കരുത്. കാരണം ശനിയാഴ്ചയാണ് നബി എന്തിനു പോയത്? ഹജ്ജിന് പോയത്. അപ്പോൾ വേറെ ദിവസം പോയിക്കൂടാ എന്നാരും എന്ത് ചെയ്യരുത്? വിചാരിക്കരുത് എന്നർത്ഥം. ഓക്കെ. പിന്നെ വഫീ റിവായത്തിൻ, മറ്റൊരു റിവായത്തിലുണ്ട്, വകാന ലാ യഖ്ദമു മിൻ സഫരിൻ ഇല്ലാ നഹാറൻ ഫി ദുഹാ, നബി യാത്രയിൽ നിന്ന് മടങ്ങി വന്നിരുന്നത് ഇല്ലാ നഹാറൻ, പകലിലായിരുന്നു. ഫി ദുഹാ, ദുഹാ സമയത്ത്. ദുഹാ സമയം അറിയാലോ? സൂര്യൻ ഉദിച്ചു പൊങ്ങി ഒരു ചൂടാകണ വരെയുള്ള ദുആ നമ്മൾ നിസ്കരിക്കണം. കാരണം അത് അങ്ങനെയായിരുന്നു നബിയുടെ ഒരു സ്വഭാവം. അത് അന്നത്തെ യാത്രയുടെ രീതി. അങ്ങനെ രാത്രി സമയങ്ങളിലായിരുന്നു എന്ത്? യാത്ര. കാരണം ഈ മരുഭൂമിയിലൂടെ വെയിലും കൊണ്ട് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ പോണ യാത്രയല്ലേ അധികവും യാത്ര. അപ്പം അതുകൊണ്ട് എത്തുക ചിലപ്പോൾ എപ്പോഴായിരിക്കും? അതാണ് ആ ദുഹാ സമയം. മനസ്സിലായി? ഫഇദാ ഖദിമ ബദഅ ബിൽ മസ്ജിദി, നബി വന്നാൽ പള്ളി കൊണ്ടാണ് ആരംഭിക്കുക. ഇനി വിശദീകരിക്കണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലല്ലേ പറഞ്ഞ്. ഫസല്ല ഫിഹി റക്അത്തൈനി, അവിടെ കയറി നബി 2 നിസ്കരിക്കും. സുമ്മ ജലസ ഫിഹി, എന്നിട്ട് അവിടെ ഇരിക്കും. ആ വിഷയമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കും. അതായിരുന്നു നബിയുടെ സ്വഭാവം. ഇതാണെന്ത്? ഈ ഹദീസ്. ഈ ഹദീസിൽ നമ്മൾ ഒരുപാട് പാഠം പഠിച്ചു. ഒരുപാട് പാഠം. ഏറ്റവും വലിയ സംഗതി എന്താ വെച്ചാൽ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അവന് തൗബ ചെയ്യാൻ സാധിക്കുക എന്നുള്ള നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഈ മാതിരി ഒരു തൗബയുടെ ചരിത്രം നമുക്ക് ഖുർആൻ ഹദീസും പരിശോധിച്ചാൽ വേറെ കാണാൻ പറ്റില്ല. അത്ര അവരനുഭവിച്ച ആ മാനസിക പ്രയാസവും ആ സാമൂഹ്യ ഘടനകൾ മനസ്സിലാക്കിയില്ലേ? മദീനയിലുള്ള സാമൂഹ്യ ഘടന തന്നെ മാറി. അതാ രസം. എല്ലാവരും മാറിയല്ലോ. ഒരു കുട്ടി എന്ത് ചെയ്തിട്ടില്ല? നബിയുടെ തീരുമാനം ശരിയായില്ല എന്ന് എന്ത് ചെയ്തില്ല? പറഞ്ഞിട്ടില്ല. സാമൂഹ്യ ഘടന തന്നെ മാറി. അതൊക്കെ പിന്നെ എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ ഒരു ഇസ്സത്താണ്, ഇസ്ലാമിൻ്റെ ഒരു അന്തസ്സാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ തൗബയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വിഷയം. നമ്മുടെ ബാബും അതാണല്ലോ, നമ്മുടെ അധ്യായവും അതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളെ മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇത്തരത്തിലുള്ള തൗബയുടെ ചരിത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന
ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങാനുള്ള വിശാലമായ മനസ്സ്, ഇഖ്ലാസുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ-റഹീമീനായ റബ്ബേ, ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കനുകൂലമായ തെളിവായി ഖിയാമത്തിൽ മാറുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ ഇഖ്ലാസിൻ്റെ കുറവ് കൊണ്ടോ ഞങ്ങളുടെ നിയ്യത്തിൻ്റെ മോശം കൊണ്ടോ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രതികൂലമായ തെളിവാകുന്നതിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു